ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധം നിരോധം എന്നുള്ള ലക്ഷണത്തോടുകൂടി ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭാഗവതത്തില് ശിരസിന്റെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ദശമസ്കന്ധം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകൾ ആണ് നമ്മളിപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ആ ഗോകുലത്തില് നിത്യോത്സവം എന്നുള്ള രീതിയിൽ ഗോപന്മാരുടെയും ഗോപികമാരുടെയും കൂടെ നമ്മളും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം. ഇപ്പൊ എവിടെയായിരുന്നു നമ്മൾ ഇന്നലെ നമ്മള് ആ യശോദാമ ഉണ്ണിക്ക് ഉണ്ടാകുന്ന ഓരോരോ ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോരോ അപകട സൂചനകൾ കാണുമ്പോൾ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ പറഞ്ഞു, ശകടാസുരനായിട്ടും തൃണാവർത്തനായിട്ടും പൂതനയായിട്ടും ഒക്കെ കംസൻ അയക്കുന്ന ആ അസുരന്മാരിൽ നിന്ന് ഉണ്ണിയെ രക്ഷിക്കുന്നത് ആരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ശക്തി പോലും ആ യശോദാമയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണന് നിസാര കാര്യം ഇല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു, പാലായിൽ കിടക്കുന്ന കണ്ണനെ സംബന്ധിച്ചിടത്തോളം ലേശം പാല് കുടിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഏറ്റവും കണ്ണന് പ്രിയമായിട്ടുള്ളത് ഭക്തന്മാർ കൊടുക്കുന്നതായിട്ടുള്ള ആ ദ്രവ്യങ്ങളെ ആണ് എങ്കിൽ ആ പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള ലീലകൾ ആടുന്നതെന്ന് സംശയമായി. ഇപ്പം കണ്ണനെ അവിടെ കൊണ്ട് കിടത്തിയത്, കുളിപ്പിച്ച് അലങ്കരിച്ച് കൊണ്ട് കിടത്തിയ സമയത്ത് കരഞ്ഞു. കണ്ണൻ പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞു. എന്നിട്ടോ യശോദാമ അത് കാണാതെ ഇരുന്നപ്പോഴത്തേക്ക് എന്തായി, ഇന്ന് അമ്മയെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ആ ശകടാസുരനെ നിഗ്രഹിച്ചു. ശകടാസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഗോപികമാരപ്പോ ഓടി എന്ന് പറയും, അല്ല ഉണ്ണിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ അമ്മയെ സന്യപാനം ചെയ്തോളൂ. ഇതിങ്ങനെ ഉണ്ണി കേട്ട് കേട്ട് നല്ല പരിചയമായി. അപ്പം സന്യപാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ കാണിച്ചാൽ മതി എന്നുള്ള രീതിയായി. ഇപ്പൊ ഉടനെ തന്നെ സന്യപാനം ചെയ്യും. ഇങ്ങനെ ഓരോ ലീലകളിലൂടെ യശോദാമയ്ക്ക് തൻ്റെ ഈശ്വരീയത ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ പുണ്യം ചെയ്ത ഒരു ജന്മം അല്ലെ, യശോദയുടെ പുണ്യം ചെയ്തതായിട്ടുള്ള ഒരു ജന്മം എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു ഈ സച്ചിദാനന്ദ കട്ടയെ എടുത്ത് അല്ലെ മാറോടണച്ച് ചേർന്നിരുന്നു കൊണ്ട് ബ്രഹ്മാനന്ദം കിട്ടുവാനുള്ള ഭാഗ്യം കിട്ടിയത് എവിടുന്നാണ് എന്ന് ഇനിതാ ചോദിക്കുന്നുണ്ട് ഗോപന്മാര്. അപ്പൊ നമുക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെയും ഏറ്റവും വലിയ ദുഃഖം അതാണ്. നമുക്ക് ഈ ഈശ്വര സങ്കല്പത്തെ നമുക്ക് സ്ഥായിയായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പല സമയത്തും നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ കരഞ്ഞ് അല്ലെ നമ്മളുടെ ജീവിതം കളയുന്നത്. യഥാർത്ഥത്തിൽ കരയാനുള്ളതാണോ ഈ ജീവിതം? എവിടെയാണ് നമുക്ക് കരച്ചിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത്? എവിടെയാണ്? ഈ മായികമായിട്ടുള്ള പ്രകൃതിയിൽ കാണുന്നതായിട്ടുള്ള വസ്തുക്കളോട് ഒട്ടൽ വരുമ്പോഴാണ്. ഈ ഒട്ടൽ എന്നുള്ള ഒരു ബന്ധം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുട്ടികളെന്നോ ആ മക്കളെന്നോ ഭർത്താവെന്നോ ഭാര്യയെന്നോ ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങൾക്കും അടിസ്ഥാനമായിട്ട് യാതൊരുവിധ തത്വവും ഇല്ല അവിടെ. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്വതന്ത്രമായിട്ടുള്ള ജീവനുകൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ആസ്വാദനത്തെ മറച്ച് കളഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ദുഃഖത്തിന് വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് നമ്മൾ വീണ്ടും 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 ഒട്ടിപ്പിടിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു നേരം ഈ യശോദാമയ്ക്ക് കണ്ണൻ ഓരോ പ്രാവശ്യവും കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഈശ്വരീയതയ്ക്ക് കാരണമായിക്കൊണ്ട് അതുപോലെ നമുക്കും എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് നമ്മൾ എന്തിനു മറ്റുള്ളവരോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ദുഃഖമാണ് അതിന് കാരണമെന്ന്
ഒരിക്കലെങ്കിലും ഹേ ഗുരുവായൂരപ്പ എനിക്കൊന്ന് ചിന്തിക്കാനൊരു അവസരം അവിടെ നിന്ന് ഉണ്ടാക്കി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് വേണ്ടത്. ഇതുപോലെ തന്നെയാണ് ആ യശോദാമയ്ക്കും അതാ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ബ്രഹ്മഭാവേന ചാസകൃ അമ്മയോട് പറയുന്നുണ്ടെന്ന്, അച്ഛനമ്മമാരെ എന്നെ കുട്ടിയായിട്ട് കാണാം, പിന്നെയോ അതല്ല ഈശ്വരനായിട്ടും എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കണേ എന്ന ഒരു ഉപദേശവും കൂടി ഭഗവാൻ ആ ഉണ്ടായ സമയത്ത് അവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ പിന്നീട് ഉണ്ണി വളർന്ന് അവരുടെ കുട്ടിക്കാലം ഓരോ അനക്കങ്ങൾ പോലും അവിടെ ആസ്വദിച്ചാണ് പോകുന്നത്, നന്ദഗോപനും യശോദയും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം മഹാതപാഹ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിത. വസുദേവരുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഗർഗമുനി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വരുന്നു. വസുദേവർക്കാണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? വസുദേവർക്കാണ്. അപ്പൊ യാദവന്മാരുടെ പുരോഹിതനും മഹാതപസ്വിയുമായിട്ടുള്ള ഗർഗമഹർഷി ആ വസുദേവരുടെ പ്രേരണയോടുകൂടി നന്ദഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ്. അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദഗോപര് കണ്ടതോടുകൂടി സന്തോഷമായി. കാരണം കുട്ടികളുടെ ജാതകർമ്മം ഒക്കെ കഴിഞ്ഞു, ഇനി നാമകരണം എന്നുള്ളത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് നാമകരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗർഗമഹർഷിയോട് അവിടുന്ന് പറഞ്ഞു, അല്ല അങ്ങ് വന്നതിൽ വളരെയധികം സന്തോഷം, വേഗം അവിടുന്ന് സ്വീകരിച്ച് ഉപചാരാദികളൊക്കെ കൊടുത്ത് പൂജിച്ച് വേണ്ടതായിട്ടുള്ള ആതിഥ്യ മര്യാദകളൊക്കെ ഇവിടെ ചെയ്ത് പറഞ്ഞു. തം ദൃഷ്ട്വാ സൂപവിഷ്ടം കൃതാതിഥ്യം ഗിരാസൂ നൃതയാ മുനിം നന്ദയിത്വാ അബ്രവീത് ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമഖിം മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിൽ. അങ്ങയുടെ ഒരു സന്ദർശനം തന്നെ മനസ്സിലുള്ള ഒരു ഗൃഹസ്ഥരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ. ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരെ കാണുമ്പം എങ്ങനെയാണോ അന്ന് രുക്മിണി ദേവിയുടെ ദുഃഖത്തിന് ഒരു ശാന്തി ഉണ്ടായത് എന്നതുപോലെയാണ് മഹാത്മാക്കൾ വന്നു കഴിഞ്ഞാല്, മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ഇതാ ഇവിടെ ആ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ജ്ഞാനികളായിട്ടുള്ളവർ പറഞ്ഞു തരണം. അപ്പോഴാണ് ആചാര്യനായിട്ടുള്ള ഗർഗൻ അവിടെ എത്തിയത്. കണ്ടപ്പോഴത്തേക്കും തന്നെ വളരെയധികം സന്തോഷിച്ചു അവിടുന്ന്. അതുകൊണ്ട് അങ്ങേ പോലുള്ളവരുടെ ഈ ഒരു സന്ദർശനം ശരിക്ക് ഒരു ശുഭ സൂചനമായിട്ടാണ് ഞാൻ കാണുന്നത്. ജ്യോതിഷാമയനം സാക്ഷാത് യത്തൽ ജ്ഞാനം അതീന്ദ്രിയം പ്രണീതം ഭവതാ യേന പുമാൻ വേദ പരാവരം. അങ്ങേ പോലെ ജ്യോതിർഗോളങ്ങളുടെ സഞ്ചാരം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ ദ്വാര അത് അറിയാൻ സാധിക്കുന്നതല്ല, ഗോചരമല്ലാതെ. ആ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് തന്നെ ആരാണ്? യഥാർത്ഥത്തിൽ ഗർഗമഹർഷിയാണ്, ഗർഗമുനിയാണ്. അങ്ങ് അതുകൊണ്ട് ത്രികാലജ്ഞാനിയാണ് എന്നുള്ളത് എനിക്കറിയാം. അത് തന്നെയല്ല, പ്രണീതം ഭവതായേന പുമാൻ വേദപരാവരം. വേദം അറിയുന്നു. എന്തിനെ കുറിച്ച്? പരാവരം, ഭാവിയും ഭൂതവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണനാണ് അങ്ങ്. അതുകൊണ്ട് ത്വം ഹി ബ്രഹ്മവിദാം ശ്രേഷ്ഠ സംസ്കാരാൻ കർത്തുമരിഹസി ബാലയോരനയോർ നൃണാം ജന്മനാ ബ്രാഹ്മണോ ഗുരു. ജന്മം ഒന്നുകൊണ്ട് തന്നെ ബ്രാഹ്മണർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നൃണാം, അല്ലെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആചാര്യനാണ്. ആ ഒരു കുലത്തിൽ ജനിച്ചവര് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവരെ നമസ്കരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അങ്ങ്
ഈ കുട്ടികളുടെ നാമകരണം തുടങ്ങിയതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്ത് തരണം എന്ന് അവിടുന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗർഗൻ പറഞ്ഞു, അല്ല നന്ദഗോപരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണ്? യഥാർത്ഥത്തില് യാദവന്മാരുടെ പുരോഹിതനാണ്. ഗർഗനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ വരുന്നത്. എങ്കിൽ പോലും നന്ദഗോപരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാനിവിടെ ആ യാദവരുടെ യദൂനാമഹം ആചാര്യ ഖ്യാതശ്ച ഭുവി സർവദാ സുതം മയാ സംസ്കൃതം തേ മന്യത്തെ ദേവകീസുതം. ഇത് യഥാർത്ഥത്തില് ഈ യദുവംശത്തിന്റെ ആചാര്യനായിട്ടുള്ള ഗർഗൻ നന്ദഗോപരുടെ ഗൃഹത്തിൽ വന്ന് കുട്ടികൾക്ക് പേരിട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് കംസന് ഇത് വേഗം പിടികിട്ടും. ദേവകി വസുദേവന്മാരുടെ ഉണ്ണിയെയാണ് ഇന്ന് നാമകരണം ചെയ്തതെന്നുള്ള ഒരു സത്യത്തെ അവിടുന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാവും അവിടെ. അത് തന്നെയല്ല, കംസ പാപമതിസഖ്യം തവ ചാനകദുന്ദുഭേഹേ ദേവക്യാഷ്ടമോ ഗർഭ നസ്ത്രീ ഭവിതുമർഹതി. മഹാപാപിയായിട്ടുള്ള കംസൻ ദേവകിയുടെ 8ാമത്തെ ഗർഭത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ശിശു അല്ലെങ്കിൽ കുട്ടി അത് പെൺകുട്ടിയാകും എന്ന് ഒരു രീതിയിലും വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ആ അശരീരിയിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള തന്റെ മതിഭ്രമങ്ങളെ കൊണ്ടാണ് പലതും മാറി 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 പോകുന്നത്. പക്ഷെ അത് തന്നെയല്ല, ആ കന്യക തന്റെ ശത്രു ഏതോ ഒരിടത്ത് ഉണ്ടെന്ന് അന്ന് പറയുകയും ചെയ്തു അല്ലെ ഭഗവതി. അതുകൊണ്ട് അങ്ങയുടെ ഈ ഒരു പുത്രന് സംസ്കാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നന്ദഗോപരും വസുദേവരും തമ്മിലുള്ള ആ ഒരു സുഹൃത് ബന്ധവും മറ്റു പരിതസ്ഥിതികളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉണ്ണി ദേവകിയുടെ പുത്രൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശിശുവിനെ നിഗ്രഹിക്കുവാൻ ഇടവന്നു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവിവേകം ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദൻ പറഞ്ഞു, ഗർഗ, അലക്ഷിതോസ്മിൻ രഹസി മാമകൈരവി ഗോവ്രജെ കുരു ദ്വിജ ആതിസംസ്കാരം സ്വസ്തി വാചനപൂർവകം. ആരും തന്നെ അറിയാതെ നമുക്ക് ഈ ഉണ്ണിയുടെ നാമകരണങ്ങള് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വത്ത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഗോക്കളുടെ വ്രജത്തിൽ വെച്ചുകൊണ്ട് ആ രഹസ്യ സ്ഥാനമായിട്ടുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വസ്തിവാചനപൂർവകം, സ്വസ്തിവാചനത്തോടു കൂടി കൊണ്ട് പുണ്യാഹ മന്ത്രങ്ങളെ കൊണ്ട് ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെ വേണ്ടപ്പെട്ടതായിട്ടുള്ള സംസ്കാര കർമ്മങ്ങളൊക്കെ എങ്ങനെയാണോ അത് അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ നാമകരണത്തെ അങ്ങ് ചെയ്തു തരണം എന്ന് അവിടെ ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് തൊഴുത്തിൽ വെച്ച് പശുക്കള് അവരെ മാറ്റിയിട്ട് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല, രഹസ്യമായിട്ട് അത് ചെയ്തു തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആ ഗർഗമഹർഷിയോട് ആവശ്യപ്പെട്ടു. ഏവം സംപ്രാർത്ഥിതോ വിപ്ര സ്വചികീർഷിതമേവ തൽ ചകാര നാമകരണം ഗൂഢോ രഹസി ബാലയോ. ഇവർക്ക് വർണ്ണോചിതമായിട്ടുള്ള സംസ്കാരങ്ങള്, ആ ഷോഡശ സംസ്കാരങ്ങൾക്കൊക്കെ യഥാർത്ഥത്തില് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരെയും അറിയിക്കാതെ ആ കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ശരിക്കും. ഇതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗർഗമഹർഷിയുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. വേണ്ട രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കും. എന്തായാലും രഹസ്യമായിക്കൊണ്ട് ആ രോഹിണി പുത്രനെയും നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ആ കണ്ണന്റെയും നാമകരണം ചെയ്യുവാൻ വേണ്ടി ഗർഗമഹർഷി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കി. നേരെ ഗർഗൻ ഗോകുലത്തിൽ ചെന്ന് പശുക്കളെയൊക്കെ മാറ്റി അവര് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പൊ അവരെങ്ങനെയാണ്, അവരാ പശു തൊഴുത്തൊക്കെ അവരുടെ അകട്ടിൽ നിന്ന് അല്ലെ കണ്ണന്റെ വരവിനെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിയിലുള്ള ഓരോ ജീവനുകൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വിഷയമാണത്.
ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദൈവികമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ജന്തുക്കൾക്കും അത് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ. അപ്പൊ അങ്ങനെ ഇപ്പോ ഭഗവാന്റെ ആ ഒരു ആഗതം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ എല്ലാ അക്കിട്ടുകളിലും ചുരത്തുന്നതായിട്ടുള്ള പാലുകളെ കൊണ്ട് തന്നെ ആ ഗോകുലം അവിടെ വൃത്തിയായിട്ട് കഴുകി ശുദ്ധമാക്കി അതിനുശേഷം പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഗർഗൻ നാമകരണം ചെയ്യുവാൻ വേണ്ടിട്ട് ഉണ്ണിയെ എടുത്തു. ആദ്യം തന്നെ എടുത്തു രോഹിണിയുടെ പുത്രനായിട്ടുള്ള ഉണ്ണിയെ എടുത്ത് മടിയിലേക്ക് അങ്ങ് വെച്ചു. മടിയിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോമള ബാലൻ മുഖത്തേക്ക് അങ്ങ് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പുഞ്ചിരിക്ക് യാതൊരുവിധ കുറവുമില്ലാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് വല്ലാണ്ട് രമിപ്പിക്കുന്ന രീതിയിൽ ആയപ്പോഴേക്കും കൊടുത്തു. അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃദോ ഗുണൈ. എല്ലാവരെയും ഗുണഗണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തന്റെ നോട്ടങ്ങളെ കൊണ്ടൊക്കെ രമിപ്പിക്കുന്നവനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് രാമൻ എന്നുള്ള ഒരു പേര് കൊടുത്തു. അധ്യാസ്യതേ രാമ ഇതി ബലാധിക്യാൽ ബലം വിദു. അതുപോലെ നല്ല ബലശാലി ആയതുകൊണ്ട് ബലൻ എന്നുള്ള ഒരു പേരും യദൂനാം അബുർഭാവാൽ സംഘർഷണം ഉശന്ത്യുത. ആ യദുവംശത്തിലുള്ള എല്ലാവരെയും ഒന്നിപ്പിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കരിഷണമായിട്ടുള്ളവരെയൊക്കെ സങ്കരിഷണത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിവായിട്ടുള്ള ആ ഉണ്ണിക്ക് സങ്കരിഷണൻ എന്നുള്ള ഒരു പേരും കൂടി അവിടെ കൊടുത്തു. അപ്പം യഥാർത്ഥത്തില് ഈ നാമത്തിന്റെ ഒരു പ്രാധാന്യം വളരെ സൂക്ഷിച്ചാണ് യഥാർത്ഥത്തിൽ ഗർഗൻ അവിടെ പേര് സങ്കരിഷണൻ. യഥാർത്ഥത്തിൽ അവിടെ സങ്കരിഷണൻ എന്നുള്ളത് ആദിശേഷനാണെന്നൊന്നും അവിടെ പറയുന്നില്ല. എന്തായാലും ആ ഉണ്ണിക്ക് പേരിട്ടു. അത് കഴിഞ്ഞിട്ടോ ആ സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ഭഗവാനെ എടുത്ത് മടിയിലേക്ക് അങ്ങ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ ഇപ്പൊ ഈ അല്ലെ ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ സൃഷ്ടി സംഹാര കർത്താവായിട്ടുള്ള ഭഗവാന്റെ പേരിടാൻ എങ്ങനെ സാധിക്കുക? തോന്നിപ്പിക്കേണ്ടത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മാർഗവും ഇല്ല. കാരണം ഏതെങ്കിലും ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ പേര് ഭഗവാന്റെ അല്ലാന്നാകും അല്ലേ? സത്ത് അസത്ത് ഗുണം അഗുണം ഒക്കെ ഈശ്വരനാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മൾ കുറിച്ചാല് മറ്റതല്ല എന്നുള്ളൊരു അവസ്ഥയാകും. ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃഹതോ നിയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം ഗത. ഓരോരോ ഭഗവാന്റെ അവതാരങ്ങളില് ഓരോരോ യുഗങ്ങള്, ആ യുഗങ്ങളില് ഭഗവാൻ ഓരോരോ നിറങ്ങളാണ് അവിടെ കാണിക്കുന്നത്, വർണ്ണങ്ങളിലുണ്ടാകുന്ന നിറങ്ങള്. ഇപ്പം കൃതം തൊട്ട് 3 യുഗങ്ങളിൽ ഓരോ വർണ്ണങ്ങളും ധരിച്ചതായിട്ടുള്ള ആ ഭഗവാന് ഇന്നിപ്പോ കിട്ടുന്നത് എന്താണ്? കൃഷ്ണവർണ്ണമാണ് യഥാർത്ഥത്തിൽ. ശുക്ലോ രക്തസ്തഥാപീത ഇദാനീം കൃഷ്ണതാം ഗത. ആദ്യം കൃതയുഗത്തിലായിരുന്നപ്പം ധവള പ്രകാശമായിരുന്നു, അവിടെ വെളുത്ത നിറമായിരുന്നു ഭഗവാന്റെ. പിന്നീട് പിന്നെ ചുവന്ന നിറമായിരുന്നു. ഇപ്പതാ ഈ ഒരു യുഗത്തില് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദ്വാപര യുഗത്തിലേക്ക് ആയിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായി? കൃഷ്ണവർണ്ണമായി. ആ എവിടെയോ ഒരിടത്ത് അല്ലെ ഈ ഒരു രീതിയിൽ ഭഗവാന്റെ അവതാരത്തിന് ഈ ഒരു നിറം കൃഷ്ണവർണ്ണമായതുകൊണ്ട് അവിടെ ആ കൃഷ്ണൻ എന്ന് ഉള്ള ഒരു പേര് അവിടെ ഭഗവാൻ കൊടുത്തു. കരിഷതി ഇതി കൃഷ്ണ എന്ന് ഉള്ള എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു മനസ്സിന്റെ ബലം ആ ഉണ്ണിയിൽ കണ്ടതോടുകൂടി കൃഷ്ണൻ എന്നുള്ള ഒരു പേര് അവിടെ ഉണ്ണിക്ക് കൊടുത്തു എന്ന് പറയുകയാണ്. പിന്നെയോ അത് തന്നെയല്ല, വസുദേവൻ എന്നുള്ള ഒരാളുടെ മകനായിട്ട് പിറന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യം ആർക്കറിയാം? ഗർഗൻ അറിയാം അല്ലെ? ആ വസുദേവരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇനി ആ ഒരു ഉറപ്പും കൂടെ അല്ലെങ്കിൽ അതും കൂടി ഒന്ന് നന്ദഗോപർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണോ എന്നറിയില്ല, അവിടെ വാസുദേവൻ എന്നുള്ള രീതിയിലും അവർ അറിയപ്പെടുന്നു അല്ലെ? നാരായണനിലാണ് എല്ലാം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തില് ഈ ചരാചരങ്ങൾ മുഴുവൻ വാസുദേവ പരാവേദ വാസുദേവ പരാമഖാഹ വാസുദേവ പരം യോഗ എന്ന് നേരത്തെ സ്ഥാപിച്ചതായിട്ടുള്ള ആ ഒരു പേരും വാസുദേവൻ എന്നുള്ള ഒരു പേര് ഭഗവാന് ഉണ്ടായി. എന്തായാലും ഇവന്റെ ഗുണഗണങ്ങള് ആ ഗർഗൻ, ത്രികാലജ്ഞാനിയായിട്ടുള്ള ഗർഗൻ പറഞ്ഞു. സാധാരണക്കാരുടെ അവസ്ഥ പോലെ അല്ല ഈ ഉണ്ണിയുടെ കാര്യം. ഇതെന്താണ്? ഇവന്റെ ഗുണഗണങ്ങൾ നിമിത്തം ഉണ്ടാകുന്നതായിട്ട് എണ്ണിയാൽ തീരാത്തതായിട്ടുള്ള ഗുണഗണങ്ങളാണ് ഇവനുണ്ടാകുന്നത്.
ഗോലോകത്തിന് ശ്രേയസ് ഉണ്ടാകും, അതുപോലെ തന്നെ ആപൽസന്ധികളൊക്കെ തരണം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ആളായിരിക്കും ഈ ഉണ്ണി എന്നുള്ള രീതിയിലൊക്കെ ആ ഗർഗൻ ഉണ്ണിയെ കുറിച്ചൊക്കെ പറഞ്ഞു. പുരാണേന പ്രജപതേ സാധവോ ദസ്യുപീഡിതാഹ അരാജകേ രക്ഷ്യമാണാജഗ്യൂർദസ്യൂൻ സമേതിതാഹ. പണ്ടൊരിക്കലും അരാജകത്വം കൊടുകുത്തി വാണ കാലത്ത് അന്ന് കൊള്ളക്കാരും അതുപോലെ കള്ളന്മാരും ഒക്കെ ഭക്തന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട്, കംസന്റെ ഒക്കെ രീതിയിൽ. എന്നാ ഇദ്ദേഹം സാധുക്കളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ധൈര്യത്തെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആ അസുര വംശത്തെ വകവരുത്തി ഈ ബാലനിൽ സൗഹൃദ ഭാവത്തോടുകൂടി എല്ലാവരെയും കണ്ട് ആ സൗഹൃദ ഭാവം ഈ ബാലനിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് യാതൊരുവിധ ശത്രുഭയവും അവിടെ ഉണ്ടാവുകയില്ല. തസ്മാൻ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈഹി ശ്രിയാ കീർത്തിയാനുഭാവേന ഗോപായസ്വ സമാഹിത. വിഷ്ണുവിനെ ആശ്രയിച്ചതായിട്ടുള്ള ദേവന്മാരെ പോലെ അവൻ എല്ലായിടങ്ങളിലും വിജയശ്രീലാളിതനാകും. ഇങ്ങനെയുള്ള കാരണങ്ങള് ഇപ്പോ നന്ദാത്മജോയം നന്ദഗോപരുടെ പുത്രനായിക്കൊണ്ട് എല്ലാവരിലും അറിയപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു ബാലൻ ഗുണഗണങ്ങളാൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ മഹാവിഷ്ണുവിന് തുല്യനായിട്ട് വരുന്നു അല്ലെ. നാരായണ സമോ ഗുണൈഹി. അതുകൊണ്ട് അവനെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് സംരക്ഷിക്കൂ എന്ന് അവിടെ ഗർഗൻ ആ നന്ദഗോപരെ പറഞ്ഞ് ഏൽപ്പിച്ചു. എന്തായാലും അവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഇത്യാത്മാനം സമാധിശ്യ ഗർഗേജ സ്വഗൃഹം ഗതേ നന്ദപ്രമുദിതോമേന ആത്മാനം പൂർണ്ണമാശിഷാം. ആ ഗർഗനെ വേണ്ട രീതിയിൽ ദക്ഷിണയും ഒക്കെ വസ്ത്രവും ഒക്കെ കൊടുത്ത് അവിടുന്ന് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് കുട്ടികള് കുറേശ്ശെ വളർന്നു തുടങ്ങി. കാലേന പ്രജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹപാണിഭ്യാം ലിംഗമാണോ വിജഹ്രതോ. കാലം അങ്ങനെ കടന്നുപോയി. ബലരാമനും കൃഷ്ണനും കുറേശ്ശെ മുട്ടുകുത്തി ആ കൈ നിലത്ത് ഊന്നിക്കൊണ്ടിങ്ങനെ നീങ്ങിത്തുടങ്ങി. അവരുടെ സഞ്ചാരം പോലും ജാനുഭ്യാം സഹ പാണിഭ്യാം ലിംഗമാണോ വിജഹ്രതോ. ഓരോരോ കളിയിൽ ഏർപ്പെടാൻ തുടങ്ങി. താവംഘ്രിയുഗ്മമനുകൃഷ്യ സരീസൃപന്തോ ഘോഷ പ്രഘോഷ രുചിരം പ്രജഗർദമേഷു തന്നാദ ഹൃഷ്ട മനസാവനുസൃത്യ ലോകം മുഗ്ധ പ്രഭീതവതുപേയതുരന്തിതേ മാത്രോഹോ അന്തിമാത്രോഹോ. കുട്ടികള് രണ്ടുപേരും കൂടെ കളിച്ച് ആ പൂമുഖത്ത് നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. വ്രജകർദമേഷു, ചെളി പുരണ്ടതായിട്ടുള്ള ആ ഗോകുലത്തിന്റെ മുറ്റത്ത് കൂടി നടന്ന് കാലിലും കയ്യിലും ഒക്കെ ആ ചേറ് പുരണ്ടതായിട്ടുള്ള ആ ഉണ്ണികളെ യശോദാമ്മയുടെ അടുത്തേക്ക് ഓടി വരും. എങ്ങനെയാണ് ഓടി വരുന്നത്? അവിടെ പറയുന്നു, തന്നാദ ഹൃഷ്ട മനസാവനുസൃത്യ ലോകം. ആ കാലുകളിലുള്ള ചലങ്കകളും കണ്ഠത്തിലുള്ള മണിമാലകളും പിന്നെയോ മകരകുണ്ടലങ്ങളും ഇതൊക്കെ അവരെ വേണ്ട രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് എല്ലാ രത്നജിഗിതമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടാണ് യശോദാമ രോഹിണിമാര് ഇവരെ വളർത്തുന്നത്. ഇങ്ങനെ പരസ്പരം ഓടുന്ന സമയത്തുണ്ടാകുന്ന ആ നൂപുര ശബ്ദങ്ങൾ കേട്ട് ഇവര് അത്ഭുതപ്പെടുക. അല്ല കണ്ണാ, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അങ്ങനെ ഓടി 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 ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ ശബ്ദം ഇല്ലല്ലോ, വീണ്ടും ഓടും, വീണ്ടും ശബ്ദം വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണനോട് പറയും, രാമേട്ടൻ പറയും, കൃഷ്ണ ഒന്ന് ഓടൂ നോക്കട്ടെ, എവിടുന്ന ഈ ശബ്ദം എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഓടുന്ന സമയത്ത് ആ കാലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ നൂപുരങ്ങളുടെയും ആ മുഖമിളക്കുന്ന സമയത്ത് മകരകുണ്ടലങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടാണ് ഇതാണ് ശബ്ദം എന്ന് കൃഷ്ണനോട് പറയുമ്പോഴേക്കും, അല്ല ഏട്ടന്റെ ആ കാലിൽ നിന്നാണ് ഇതെല്ലാം കേൾക്കുന്നത് എന്ന് പറഞ്ഞ് പരസ്പരം അവിടുന്ന് ആ അറിവിനനുസരിച്ച് ആനന്ദിക്കുന്നതായിട്ടുള്ള രംഗങ്ങള്. എന്തായാലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആ ചേറിനകത്തേക്കും ഈ എങ്ങനെയാണോ അകത്ത് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ അവർക്ക് ചെളിയെന്നോ
അല്ലെ ചേറെന്നോ നല്ലതെന്നോ ചീത്തയെന്നോ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സത്തായാലും അസത്തായാലും ഗുണമായാലും അഗുണമായാലും എല്ലാം തന്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഇതാ ആ ചേറിൽ കടന്ന് കളിക്കുക. എന്നിട്ട് അവിടെ വന്നിട്ട് യശോദാമയെ കണ്ടു കഴിഞ്ഞാലോ, യശോദാമയെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നങ്ങ് അന്തിമാത്രോഹോ, അല്ലെ ആ രണ്ട് അമ്മമാരുടെയും അടുത്തേക്ക് ഓടി ഇങ്ങ് വരും. എന്താ? മുഗ്ധപ്രവീതവതുപയേ തുരന്തിമാത്രോ. ആൾക്കാരെങ്കിലും വഴിപോക്കരാരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ദാ ഉണ്ണികള് കാണിക്കുന്ന ഈ ഒരു ഓരോ ലീലകൾ കണ്ട് നോക്കി നിൽക്കുമ്പോഴേക്കും അവരെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കും കണ്ണൻ. എന്നിട്ടോ അവരെ നോക്കിയിട്ട് അവരെ കണ്ട് ഒരു പേടിച്ചുകൊണ്ട് ഒന്ന് പരിഭ്രമം നടിച്ചുകൊണ്ട് ആ അമ്മമാരുടെ സമീപത്തേക്ക് ഓടിയെത്തും. അങ്ങനെ ഓടി വരുന്ന ബാലന്മാരെ ആ യശോദാരോഹിണിയൊക്കെ എന്ത് ചെയ്തു? അയ്യേ ചേറാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ടോ? ഇല്ല. അവർക്കറിയാം എന്താണ് ഈ ചെളിയായാലും ചേറായാലും അല്ലെ അമൃതായാലും എല്ലാം ഈശ്വരനാണ് എന്നുള്ളൊരു സത്യത്തില് ആ അവരുടെ ഓടി വരുന്ന ആ ഒരു പരിഭ്രമം കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അവിടെ ചേറോ ചെളിയോ ഒന്നുമില്ല. വാരിയെടുത്ത് അങ്ങോട്ട് ആലിംഗനം ചെയ്യോടെ ഇങ്ങനെ ആ ബാലന്മാരെ എടുത്ത് ആ മാറോട് അങ്ങോട്ട് ചേർത്ത് കുറിക്കൂട്ടുകളൊക്കെ കുറിക്കൂട്ടുകൾ എങ്ങനെയാണോ തന്റെ ഈ നെറ്റിയിൽ പതിക്കുന്നത് അതേപോലെ ആ ഭഗവാൻ ഗോകുലത്തെ ചെളി തന്റെ കുറുക്കൂട്ടായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. അതും ഒരു അലങ്കാരമായിട്ടാണ് അവിടെ ഭഗവാൻ സ്വീകരിക്കുന്നതും യശോദാമ അത് കാണുന്നതും. അതാണ് ഭക്തന്മാരുടെ ഏറ്റവും വലിയൊരു മഹത്വം. അതാണ് ഭഗവാൻ തൊട്ടതൊക്കെ, ഭഗവാൻ ചെളിയാണേലും ചേറാണേലും അത് തന്റെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അത് അലങ്കാരമായിട്ട് മാറും. നമ്മൾ ചെളി പറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ കുഴപ്പം. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ സ്വീകരിച്ചു കഴിയുമ്പോഴേക്കും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗോകുലത്തിലെ അല്ലെ ഇന്ന് ആ ഭഗവാൻ അന്ന് തേച്ചതായിട്ടുള്ള ആ ഒരു ചേറ് നമ്മളൊക്കെ ഇന്ന് ഗോപിയായിക്കൊണ്ട് നമ്മള് വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മേടിച്ചോണ്ട് വരും അല്ലെ. അന്ന് ഭഗവാൻ ആ തനിക്ക് അലങ്കാരമാണ് ഈ ചെളികള് എന്ന് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു ഗോപിക്കുറികള് നമ്മൾ ഇന്ന് ഭഗവാനെ ഓർക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഗോപി തൊടുന്നതോടെ എന്തായാലും ആ പുത്രവാത്സല്യത്തോടു കൂടി തന്മാതരോ നിജസുതോ ഗണയാസ്നവന്ധ്യോ പങ്കാംഗരാഗരുചിരാ ഉപഗുഹ്യദോർഭ്യാം ദത്വാസ്തനം പ്രപിബതോ സ്മമുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതാൽപദശനം യയതു പ്രമോദം. അങ്ങനെ ആ യശോദ ആ ഒരു ചെളിയോട് കൂടിയിട്ടുള്ള ആ ഒരു കണ്ണനെ തന്നെ എടുത്തങ്ങോട്ട് മടിയിലേക്ക് അങ്ങോട്ട് വയ്ക്കും. പതിവ് പോലെ മാറത്തേക്ക് അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ആ മൂർധാവിലൊന്ന് ചുംബിച്ചുകൊണ്ട് ആ മുഖകമലത്തിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് ആനന്ദിക്കും കുറച്ചു നേരത്തേക്ക്. ആ ഒരു ആനന്ദത്തോടു കൂടി ഈ ആനന്ദം എങ്ങനെയാണോ ഭഗവാന്റെ മുഖത്ത് നിന്ന് ഭഗവാൻ തന്നെ കൊടുക്കുകയാണ് അവിടെ. അപ്പൊ ഭഗവാന്റെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഉള്ളിലുണ്ടാകുന്നതായിട്ടുള്ള ഒരു ശുദ്ധത, ആ ഒരു ആനന്ദം, ആ ഒരു ആനന്ദത്തോടു കൂടി തന്നെ, ആ ഒരു ശുദ്ധഭാവത്തോടു കൂടി തന്നെ ഭഗവാന് കൊടുക്കുന്ന നൈവേദ്യം എന്താണ് കൊടുക്കുന്നത്? യശോദ തന്റെ ഉള്ളിലുള്ള ആ രക്തം കലർന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു പാല് ഭഗവാന് ആ സന്യപാനത്തിനായിട്ട് അങ്ങനെ മടിയിലേക്ക് അങ്ങ് കൊടുത്ത് ആ സ്തനം കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് മുളച്ചു വരുന്നതായിട്ടുള്ള ചെറിയ ഇളം പല്ലുകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആ മുഖത്തേക്ക് അങ്ങ് നോക്കും, ആ ചുണ്ടത്തേക്ക് അങ്ങ് നോക്കും. ആ ചുണ്ടത്തേക്ക് അങ്ങ് നോക്കി കുറച്ചു നേരത്തേക്ക് ഇവര് തമ്മിലുള്ള ഈ അമ്മയും മകനും തമ്മിലുള്ള ഒരു ആനന്ദം, ആ ആനന്ദത്തിൽ ചെറുതായിട്ട് ഭഗവാൻ ഒന്ന് ആ ചുണ്ടുകളെ ഒന്ന് വിടർത്തി കൊടുക്കുമ്പോഴത്തേക്കും മുല്ലമുട്ടുകൾ പോലെയുള്ള ആ പല്ലുകള് വരുന്നത് കണ്ട് ആ ആനന്ദ നിർവൃതിയിലേക്ക് ആകുന്നു ആ അമ്മ. ദർശനീയ കുമാരലീലാവന്തർവജേ തദബലാ പ്രഗൃഹീത പുച്ഛൈഹി വത്സീരിതസ്തത ഉഭാവനുകൃഷ്യമാണോ പ്രേക്ഷ്യന്ത്യ ഉജ്ജിത ഗൃഹ ജഗൃഷൂർഹ സന്ധ്യ. അങ്ങനെ ബലരാമനും കൃഷ്ണനും വളർന്നു തുടങ്ങി. ഇപ്പം മുട്ടിൽ നിന്നും ഒന്ന് നിൽക്കാൻ തുടങ്ങി. ആ ഗോകുലത്തിലെ സ്ത്രീകൾക്കൊക്കെ ഗോപികൾക്കൊക്കെ ആ ബാലലീലകള് പ്രദർശിപ്പിക്കുവാൻ പ്രാപ്തരായി കഴിഞ്ഞതോടുകൂടി ഗോകുലത്തിലെ പൈക്കുട്ടികളെയൊക്കെ കുറേശ്ശെ ചെറിയ കാളക്കുട്ടന്മാരെയൊക്കെ ഓടിക്കുവാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെ അവരുടെയൊക്കെ ആ വാലയിൽ ചെന്ന് പിടിച്ചുകൊണ്ട് നടക്കുക. ഇങ്ങനെ ആ ശൃംഗിയുടെ അല്ലെങ്കിൽ ആ കാളയുടെ വാലയെ പിടിച്ചാണ് യഥാർത്ഥത്തിൽ നടക്കാൻ അവിടുന്ന് ശ്രമിച്ചത്. അങ്ങനെ അവര് ആ കാളകളാണെങ്കിലോ തന്റെ അല്ലെ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ പരമേശ്വരൻ തന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ അല്ലെ, പണ്ട് പറയാറുണ്ട്
കുട്ടികൾക്കൊന്നും ഒരാപത്തും വരില്ല, അത് ഭഗവാൻ നോക്കിക്കോളും എന്ന് പറയും. എന്തേ നോക്കിക്കോളും എന്ന് പറയാൻ കാരണം അവരുടെ ഉള്ളിലുള്ള ശുദ്ധഭാവമാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, കുട്ടിക്കാലമാകുമ്പോൾ അവരെ ഒരിക്കലും ഒന്നും വീഴില്ല, അവർക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. എന്തേ അവർക്ക് വരില്ല എന്ന് പറയാൻ കാരണം അവർക്ക് അവരുടെ ഉള്ളിലേക്ക് മായ ഒന്നും ബാധിച്ചിട്ടില്ല. ആ മായ ബാധിക്കാത്തതായിട്ടുള്ള ഉള്ളിലുള്ള ഈ ശുദ്ധഭാവം തന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നർത്ഥം. അതാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് അവരെ രക്ഷിക്കുന്നത്. ഇതേ അവസ്ഥ നമുക്കും ആ ഒരു കുട്ടിക്കാലം, അല്ലേ, സനകാദികളുടെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ശുദ്ധഭാവം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് ദുഃഖം വരിക? എന്തായാലും അവരേതാ ആ കുട്ടികളായിട്ടുള്ള പശുക്കുട്ടികളൊക്കെ വേണ്ട രീതിയിൽ ദുഃഖം ദോഷം വരാത്ത രീതിയിൽ ഒക്കെ ചെയ്യിച്ചു. എന്തായാലും ആ ഗോപന്മാരും ഗോപികമാരും ഒക്കെ അവരുടെ വീട്ടുജോലികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ എന്തായി, ആ അമ്പാടിയുടെ മുറ്റത്ത് വന്ന് ഉണ്ണികളുടെ ഈ കാഴ്ച കണ്ട് രസിക്കുകയാണ് ഇപ്പൊ അവര്. എന്തായാലും ആ ബാലന്മാര് ചെയ്യുന്നതായിട്ടുള്ള കുസൃതി കളികളൊക്കെ കാണുമ്പോൾ ഓരോരോ അപകടങ്ങള് വന്ന് വെക്കുമ്പോഴേക്കും അവിടുന്ന് പേടിയാകും. നോക്കുമ്പോഴത്തേക്ക് എന്തായി, രാമകൃഷ്ണന്മാര് കാളക്കൂട്ടന്മാരായിട്ടുള്ള ഈ ഇതിന്റെ ഇടയിൽ കൂടെ നടന്ന് ഒരിക്കൽ നോക്കി കഴിയുമ്പോഴത്തേക്കും എന്താണ്, കൊമ്പുള്ള മൃഗങ്ങള്, ആ കൊമ്പുള്ള മൃഗങ്ങളുടെ ആ കൊമ്പിന്റെ ഇടയിൽ കൂടെ കൃഷ്ണൻ തന്റെ തല കടത്തുവാൻ വേണ്ടി തുടങ്ങുക. എന്നിട്ട് പറയാ, രാമേട്ടനോട് പറയാ പിടിച്ചു വലിച്ചോളുക എന്ന് പറയാ. ഇങ്ങനെയുള്ള ആ ലീലകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആകെ അവിടുന്ന് അത്ഭുതമായി. അത്ഭുതം ബാലകമംബുജേക്ഷണം. ഇങ്ങനെ ഇവരുടെ ഈ വികൃതികൾ കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടിട്ട് തന്നെ ഗോപന്മാരൊക്കെ അവിടെ എത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ രീതിയിലുള്ള കുസൃതികളെ കുറിച്ച് ശൃംഗ്യഗ്നിദംഷ്യസി ജലദ്വിജ കണ്ഠകേഭ്യ ക്രീഡാ പരാവതി ചലോ സുസുതൗ നിഷേദ്ധും ഗൃഹ്യാണി കർത്തുമപി യത്ര നതജ്ജനന്യോ ശേകാത ആപതുരലം മനസോനവസ്ഥാം. എന്തായാലും ആ രാമകൃഷ്ണന്മാര് രോഹിണിമാർക്ക് നല്ല ബുദ്ധിമുട്ട് തുടങ്ങി ഇപ്പൊ. കാരണം എന്താണ്, ഈ ഇവരെ എവിടെയെങ്കിലും ചെന്ന് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഓരോരോ അപകടങ്ങള് വരുത്തി വെച്ച് ഇപ്പൊ നടക്കാനുള്ള പ്രായമായി. ഇപ്പം ശൃംഗ്യഗ്നി ഇങ്ങനെ ആ ഗോപന്മാരും ഗോപികമാരും വന്ന് യശോദാമ്മയോട് വന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള അപകടങ്ങള്. അതായത് കണ്ണൻ ഇങ്ങനെ ആ പശുവിന്റെ കൊമ്പിന്റെ ഇടയിലേക്ക് തലയിടാൻ ശ്രമിക്കുന്നു. അതിനനുസരിച്ച് രാമേട്ടൻ എന്ത് ചെയ്യുന്നു, ആ വാല് പിടിച്ച് വലിക്കുന്നു. ഈ രംഗം കണ്ട് യശോദാമ്മയെ വിളിച്ചോണ്ട് വരുമ്പോൾ നോക്കുമ്പോഴേക്കാണ് എന്താ ഈ ഉണ്ണികൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് അവിടെ വന്ന് വേഗം ആ കണ്ണനെ ആ കൊമ്പിന്റെ ഇടയിൽ നിന്ന് അവിടുന്ന് ഊരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു. രാമനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു. ഇനിയിപ്പോ എന്തായി, ഇനി പൂമുഖത്തിന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അവിടെയൊക്കെ വാതിൽ വെച്ച് അടച്ചു. ശൃംഗ്യഗ്നിദംഷ്യസി ജലദ്വിജ കണ്ഠകേഭ്യ. നേരെ എന്തായി, അടുക്കളയ്ക്ക് വന്നു. ഇനി ഗൃഹകൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇനി ഉണ്ണികളെ എന്ത് ചെയ്യാം, അടുക്കളയെ കൊണ്ടിരുത്താം, അതാ ഭേദം എന്നുള്ള രീതിയിൽ അടുക്കളയെ കൊണ്ടിരുന്നു. ഇരുത്തി കഴിഞ്ഞപ്പോഴാണ് യശോദ എന്തോ പച്ചക്കറി അരിയുവാൻ വേണ്ടോ മറ്റോ ആ സ്റ്റോർ റൂമിലേക്ക് പോയ സമയത്താണ് ഇവിടെ നോക്കിയപ്പോഴത്തേക്കും കൃഷ്ണനോട് പറഞ്ഞു, അല്ല കണ്ണ, അമ്മ വെറുതെ അല്ല നമ്മൾ ഇവിടെ കൊണ്ടിരുത്തിയത്, എന്തോ ഒക്കെ കളിപ്പാട്ടങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ചുവന്ന് തൊടുത്തതായിക്കൊണ്ട് കത്തി എരിയുന്നതായിട്ടുള്ള കൊള്ളികൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണികൾ വിചാരിച്ചു അത് കളിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ചു. എന്തായാലും ആ വിറകുകളിൽ എടുത്തു. അതിനകത്ത് ചുവന്ന ഭാഗം, അപ്പൊ ഈ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഈ ചുവന്ന ഭാഗം. അത് തന്നെയല്ല കണ്ണനുണ്ട് ഏട്ടന്റെ കൈ പൊള്ളരുതെന്നൊരു മോഹം ഉണ്ടെന്ന് വിചാരിക്കാം. എന്തായാലും ആ ചുവന്ന ഭാഗം അത് കണ്ണൻ അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ടോ അപ്പുറത്തെ ഭാഗം ഏട്ടനും പിടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അത് എനിക്ക് വേണം ആ ഭാഗം എന്നുള്ള രീതിയിൽ ഇവര് ഗംഭീരമായിട്ടുള്ള ഒരു വഴക്ക്. ഈ വഴക്ക് കേൾക്കുമ്പോഴാണ് യശോദ മനസ്സിലാക്കുന്നത് എന്താ അവിടെ ബഹളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നത്. നോക്കുമ്പോഴത്തേക്ക് എന്തായി, ആ കത്തി കരിഞ്ഞതായിട്ടുള്ള അഗ്നിഗോളങ്ങള് ആയിട്ടുള്ള ആ വിറകുകൾ പിടിച്ച് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ പേടിച്ചുപോയി യശോദ. വന്നു കഴിഞ്ഞ വേഗം വല്ലതും പറഞ്ഞു എന്തെങ്കിലും അബദ്ധമായാലോ എന്ന് വിചാരിച്ചു പതുക്കെ അവിടെ വന്ന് ആ കണ്ണന്റെ ആ വിറകുകളിൽ നിന്നൊക്കെ വിടിയിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് കൈയൊക്കെ അങ്ങ് ചുവന്നു തുടുത്തിരിക്കുന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ പൊള്ളിയിട്ട് ചുമന്നതാണോ അതോ സ്വതവേയുള്ള ചുമപ്പാണോ അറിയില്ല. നോക്കി കഴിയുമ്പോഴത്തേക്കും ആ കൈകളില് തിരുമ്മി നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ യാതൊരുവിധ കേടും അവിടെ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ
രംഗങ്ങളിലും തന്റെ ഉള്ളില് ഈ ഈശ്വരീയത മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഭഗവാൻ ഓരോരോ അസ്ത്രങ്ങൾ അയക്കുമ്പോഴും അവിടെ ഈ മായികമായിട്ടുള്ള ലോകത്തെ യശോദാമയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശൃംഗി അഗ്നി അസീ, പിന്നീടാണ് ഇതാ ഇങ്ങനെ. അപ്പൊ ഇനി എന്തായി, ഇനിയിപ്പോ അടുക്കളയിൽ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലായി. എന്നാ ഒരു കാര്യം ചെയ്യാം, നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാം എന്ന് വിചാരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ട് നിർത്തി. ഈ അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നേരത്തെ തക്കാളി അരിഞ്ഞതായിട്ടുള്ള പിച്ചാത്തി അവിടെ വെച്ചിട്ട് പോയി. നോക്കിയപ്പോഴത്തേ എന്തായി, കണ്ണാ വാ, ഇവിടെ അമ്മ നമുക്ക് കളിപ്പാട്ടങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കത്തി എടുത്തു. ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം എന്ത് ചെയ്തു, അത് ഏട്ടന്റെ കൈ മുറിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ കണ്ണൻ തന്നെ അവിടുന്ന് പിടിച്ചു. രണ്ടുപേരും കൂടെ പിടിവലിയായി ഗംഭീരമായിട്ടുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് വന്നു നോക്കിയപ്പോഴത്തേക്ക് എന്തായി, മൂർച്ചയുള്ള ഭാഗം ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ് അവിടെ ചെന്ന് വേഗം വല്ലോ എന്തെങ്കിലും പറയാൻ പറ്റുമോ, പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് വേഗം വിട്ട് കഴിഞ്ഞ് കൈ മുറിഞ്ഞാലോ എന്ന് വിചാരിച്ച് അടുത്തേക്ക് അങ്ങ് ചെന്നു. ആ കണ്ണനെ എടുത്തു നോക്കുകയാണ്. കണ്ണന്റെ കൈയും അതുപോലെ തന്നെ രാമന്റെ കൈയും വിടിയിച്ച് ആ വിച്ചാത്തി മാറ്റി കണ്ണന്റെ കയ്യിലേക്ക് നോക്കി. പതിവ് പോലെ ചുവന്ന് തൊടുത്തതായിട്ടുള്ള ആ ഒരു കൈകളില് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ശൃംഗി അഗ്നി ദംഷി അസി. പിന്നെയോ അവിടെയുള്ള തത്ത കുട്ടികളുടെയൊക്കെ ആ തത്തയുടെയൊക്കെ എന്താണ് ചുണ്ട് ഇങ്ങനെ ഇതായിട്ടായിരിക്കുന്നത് അല്ലെ, ആ എന്താണ് വളഞ്ഞിരിക്കുന്ന ചുണ്ടിന്റെ ഉള്ളിൽ എന്താന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പൊക്കി രണ്ട് കൈ കൊണ്ട് എന്താണ് പൊക്കിയിട്ട് ഇങ്ങനെ കൈ അതിനകത്തേക്ക് ഇടുക. ഇങ്ങനെ ആ തത്തയുടെ ചുണ്ടുകൾക്കിടയിലേക്ക് കൈകള് ചെന്ന് ഇടുക. ജല ദ്വിജകണ്ഠകേഭ്യ. പിന്നീടാണ് ഇനിയിപ്പോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, യശോദ വിചാരിച്ചു എന്നാ ഇനി പൂമുഖത്ത് കൊണ്ടുവയ്ക്കുക. അവിടെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ എപ്പോഴും അവരവിടെ ഈ കണ്ണന്റെ ലീല കാണാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ കാണും അവിടെ. അങ്ങനെ പൂമുഖത്തേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും വലിയൊരു പാത്രം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കണ്ണനും ആ രാമനും കൂടി നേരെ അല്ല, കണ്ണൻ അവിടെ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഉള്ളില് ആ കിണറ്റിനകത്ത് ഒരു കണ്ണൻ നിൽക്കുന്നു. അല്ല ഏട്ടാ, നമുക്കൊരു കൂട്ടുകാരൻ, കളിക്കാനൊരു കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു. രാമൻ ചെന്നു നോക്കി. എവിടെ എന്ന് പറഞ്ഞ് നോക്കി വരുന്നത്, അല്ല കണ്ണാ, ഇത് രണ്ടുപേരുണ്ട് എന്നുള്ള രീതിയിൽ എന്നാ ഇനി ഒരു കാര്യം ചെയ്യാം, അവരെ അങ്ങോട്ട് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആ എന്താണ് തല ആ കിണറ്റിനകത്തേക്ക് ഇട്ട് അതിലിങ്ങനെ ചാരി അങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് യശോദ വരുന്നത്. നോക്കിയപ്പോഴത്തേക്ക് എന്തായി, ഉണ്ണികൾ രണ്ടുപേരും കിണറ്റിലേക്ക് ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോ ഇനി വിളിച്ചാൽ എന്താ പറ്റി, ഇനി അങ്ങോട്ട് ചാടിയാലോ. അതുകൊണ്ട് പതുക്കെ മിണ്ടാതെ അടുത്ത് ചെന്ന് വേഗം അവരെ പിടിച്ച് മാറ്റി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കണ്ണ എന്നൊക്കെ അവരെ ഉപദേശിച്ചു. നേരെ എന്ത് ചെയ്തു, ആ പൂമുഖത്തേക്ക് കയറ്റി. ഇനി മുറ്റത്തേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ട അവിടെ ഒരു ക്രോസ് അല്ലെ, നമ്മൾ കുട്ടികള് അല്ലെ മറ്റ് അപകടങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മള് ഓരോരോ ഗേറ്റുകൾ നമ്മൾ പല സ്ഥലത്തും വെക്കും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം പൂമുഖത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല, ഇവർക്ക് കയറി പോകാനുള്ള സംവിധാനം അറിയാനും വയ്യ. അപ്പൊ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാതെ നോക്കി. എന്തായാലും അങ്ങനെ ആ പൂമുഖത്ത് അവരെ അവിടെ ഇരുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമ്പാടിയില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രാഹ്മണർ വരും. അപ്പൊ അവര് വരുമ്പോ അവരെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് ഈ കുട്ടികൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വരുമ്പോഴേ അല്ലെ ആ ബ്രാഹ്മണരെ അവിടെ ഇരുത്തും. അവിടെ ഇരുത്തിയിട്ട് അല്ലെ കിണ്ടി വന്ന് ആ പാദങ്ങളൊക്കെ കഴിയിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമേ ചോദിക്കുള്ളൂ എന്താണ് ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം എന്നുള്ള ഒരു മര്യാദയൊക്കെ ഈ കുട്ടികൾ അച്ഛന് കാണിക്കുന്നതനുസരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി രണ്ട് കയ്യും പിടിച്ചുകൊണ്ട് അവിടെ ആ ഒരു ഇരിപ്പിടത്തിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ടോ ഇനിയിപ്പോ കാല് കഴിക്കണ്ടേ, കാല് കഴിക്കാൻ ഇപ്പൊ എവിടുന്ന വെള്ളം എടുക്കണമെങ്കിൽ കിണറ്റിൽ പോകാൻ അവർക്ക് അറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും വെള്ളം കൊണ്ട് അവിടുന്ന് അല്ലെ കഴുകണം എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. രണ്ടുപേരും ഒട്ടും സംശയിച്ചില്ല, രണ്ട് ഭാഗത്തങ്ങ് നിന്ന് ദക്ഷറോന്നങ്ങ് മൂത്രമൊഴിച്ചു. അങ്ങനെ ആ മൂത്രം അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഉണ്ണിമൂത്രം പുണ്യാഹം എന്നങ്ങ് സ്ഥാപിച്ചു എന്ന് ബ്രാഹ്മണരൊക്കെ. അപ്പൊ അവർക്ക് സന്തോഷമായി. നല്ല ചെറിയ അല്ലെ ചൂടോടുകൂടി വന്നതായിട്ടുള്ള ചൂടുവെള്ളം, ഇനി പച്ചവെള്ളം അല്ല ചൂടുവെള്ളം ആയിക്കോട്ടെ അല്ല. അപ്പൊ ആ എല്ലാ അണുക്കളും നശിക്കുകയും ചെയ്യും. എന്തായാലും സന്തോഷിച്ചു അവരെ ആസ്വദിച്ചു. യശോദാമ്മ വന്നു, അമ്മ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തായി, രണ്ടുപേരും ഗംഭീരമായിട്ട് എന്താണ് ബ്രാഹ്മണനെ വിളിച്ചിരുത്തിക്കൊണ്ട് മൂത്രം ഒഴിക്കുക. ഇങ്ങനെ ചെയ്ത് കണ്ടെത്തി കഷ്ട എന്റെ ഉണ്ണികളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉണ്ണികളെ മാറ്റി നിർത്തി. ഉടനെ ബ്രാഹ്മണർ പറഞ്ഞു,
അവരെ മാറ്റരുത്, ഈ ഒരു ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായല്ലോ എന്നുള്ള രീതിയിൽ ഇതാ അവിടെ ആ ഉണ്ണികളെ അവിടുന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ ക്രീഡാപരാവധി ചലോ സുസുതൗ നിഷേധും, ഇങ്ങനെ ഓരോരോ ഉപകരണങ്ങള് അല്ലെങ്കിൽ ജലാശയങ്ങള്, ഇങ്ങനെയുള്ള ഓരോരോ ഉപദ്രവശീലങ്ങളായിട്ടുള്ള പക്ഷികള്, അവരുടെയൊക്കെ അടുത്ത സൗഹൃദത്തോടുകൂടി ഈ കുട്ടികൾ പെരുമാറുക, ഇങ്ങനെയുള്ള അപകടങ്ങള് ഒന്നും വരാതെ ആ ഉണ്ണിയെ നോക്കി നടത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പോ യശോദയ്ക്കും രോഹിണിക്കും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അവർക്ക് ഗൃഹജോലികൾ തീരെ ഉപേക്ഷിച്ച് എപ്പോഴും ഈ കുട്ടികളുടെ പിന്നാലെ തന്നെ നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഇതാ ആ നന്ദഗോപരോടായിട്ട് പറഞ്ഞു, അല്ല, ഉണ്ണികളെ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു രീതി മനസ്സിലാക്കണം, മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ വേണം ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് കുട്ടികളെ ഒന്ന് നോക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഒന്ന് ഏൽപ്പിക്കുകയായിരിക്കും ഭേദം എന്ന് നന്ദനോട് പറഞ്ഞപ്പോഴേക്കും നന്ദൻ എന്ത് ചെയ്തു, നേരെ ഗോപന്മാരെയും ഒക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഭേരി കൊട്ടി അറിയിക്കുക, രാമകൃഷ്ണന്മാരെ നോക്കുവാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട്. പത്രത്തിലെ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കോ ആ പരസ്യം ചെയ്ത് തീർന്നോന്ന് സംശയം. രാമകൃഷ്ണന്മാരെ നോക്കാൻ ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് അവിടെ ആ ഗോകുലത്തിന്റെ മുറ്റത്ത് നിറഞ്ഞു അവിടെ ഗോപികമാര്. അപ്പം നോക്കിയപ്പോഴത്തേക്കും അപ്പം നന്ദഗോപര് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് വല്ലാത്ത ഒരു തിരക്കാണല്ലോ. അപ്പൊ ചോദിച്ചു, അല്ല യശോദേ, ഇന്ന് ഉണ്ണി കുളിക്കാൻ താമസിച്ചോ? കാരണം ഈ കുളിക്കാൻ താമസിക്കുമ്പോ ഉണ്ണിയോട് പറയും, ഉണ്ണി ഇന്ന് നിന്റെ ആട്ടപ്പിറന്നാളാണ്, വേഗം കുളിക്കണം, ഇന്നിതാ ഗോപന്മാര് വരും, എല്ലാവർക്കും സദ്യ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവരിതാ അത് ഉണ്ണി അത് നടത്തിയിരിക്കും. അതുകൊണ്ട് ഉണ്ണിയോട് പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയാ. എന്തായാലും ചോദിച്ചു യശോദയോട്, അല്ല ഉണ്ണി എന്തെങ്കിലും ഇന്ന് അബദ്ധങ്ങൾ വല്ലതും കാണിച്ചോ? ഇതാ എന്തോ ആൾക്കാർ ധാരാളം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അവരോട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഗോപികമാര് അവരെല്ലാവരും പറഞ്ഞു, അല്ല ഇവിടെ രാമകൃഷ്ണന്മാരെ നോക്കുവാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട് എന്ന് അവിടെ ഒരു പരസ്യം ഗോപന്മാര് ഭേരി കൊട്ടി പറയുന്നത് കേട്ടു, അതനുസരിച്ച് വന്നതാണ് എന്ന് പറഞ്ഞു. അല്ലല്ലല്ല, ഇവിടെ ഇത്രയും ഈ രണ്ട് ഉണ്ണികളെ നോക്കുവാൻ വേണ്ടിട്ട് ഒരാളെ ആവശ്യമുള്ളൂ യഥാർത്ഥത്തില്. നിങ്ങളില്ലേ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞങ്ങൾക്കൊന്നും തന്നെ തരണ്ട, ഞങ്ങൾ എന്താണ് ആ കുട്ടികളെ നോക്കുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വന്നതാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അല്ല യശോദേ, ആയിക്കോട്ടെ, അത് ആ ഇവർക്കൊക്കെ ഒരു സന്തോഷമാണ് എങ്കിൽ അവര് എല്ലാവരും ഇവിടെ നിന്നോട്ടെ എന്നൊരു 10-32 ഗോപികമാര് അവിടെ ജോലിക്കായിട്ട് അവിടെ നിർത്തി. എന്തായാലും പറഞ്ഞു, യശോദ പറഞ്ഞു, എന്നാ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തോളൂ, നാളെ അല്ലെ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് തുടങ്ങാം, രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും വന്നോളാൻ പറഞ്ഞു. എന്തായാലും അവരെല്ലാവരും പോയി. തിങ്കളാഴ്ച രാവിലെ 10 മണിയായപ്പോഴേക്കും നന്ദൻ തന്റെ ഗോരസങ്ങളൊക്കെ വിൽക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവിടെ നിറഞ്ഞിരിക്കുന്നു ഈ ഗോപികമാരെല്ലാവരും. അവരെല്ലാവരും വന്നു. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അവരൊക്കെ അവരുടെ ഒക്കത്തൊക്കെ ഓരോ കുട്ടികളെ വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2 കുട്ടികളെ നോക്കാൻ വയ്യാതെ വിളിച്ചപ്പോഴേ നോക്കാൻ വേണ്ടിയിട്ട് വന്നവര് അവരുടെ ഒക്കത്തും കൂടെ കുട്ടികളെയും വെച്ചോണ്ടാണ് വരുന്നത്. യശോദ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ രാമകൃഷ്ണന്മാരെ നോക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഇപ്പൊ ഇവരെ നോക്കാൻ സാധിക്കുക? അപ്പം ഈ ഗോപികമാര് പറഞ്ഞു, അല്ല യശോദേ, നിനക്ക് നിന്റെ കുട്ടികളോട് അത്ര സ്നേഹമുണ്ട് അല്ലേ, അതേപോലെയുള്ള സ്നേഹമല്ല ഞങ്ങളുടെ കുട്ടികളോടും. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, കുട്ടികൾ ഇവിടെ വന്ന് നിന്നോട്ടെ, അവരവരുടെ കാര്യം നോക്കിക്കോളും. ഉടനെ നന്ദനും പറഞ്ഞു, അല്ല യശോദേ, കുട്ടികള് ഉള്ളപ്പം നമ്മുടെ രാമകൃഷ്ണന്മാർക്ക് ഒരു സന്തോഷമാകും, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ചോളും. അങ്ങനെ 32 കുട്ടികൾ, അങ്ങനെ ഒരു 32 കുട്ടികൾ ഇന്ന് രാമകൃഷ്ണന്മാർക്ക് കളിക്കുവാൻ വേണ്ടിട്ട് അവിടെ ഇന്ന് ഗോകുലം മുഴുവൻ ആനന്ദലഹരിയിലേക്ക് ആറാടി. കാലേനാൽപേന രാജർഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അഘൃഷ്ടജാനുഭിപദ്ധിർ വിചക്രമധുരഞ്ജസാം. ഏറെ താമസിയാതെ രാമകൃഷ്ണന്മാര് ആ മുട്ടുകുത്താതെ കാലടികളൊക്കെ നിലത്തൂന്നി ക്ലേശം കൂടാതെ അങ്ങനെ ആ ശൃംഗിയുടെ വാലൊക്കെ പിടിച്ച് നടത്തം ആരംഭിച്ചു. അതോടെ ആ ഭഗവാൻ സമപ്രായക്കാരായിട്ടുള്ള ആ ഗോപാലബാലന്മാരോട് കൂടി ഗോപസ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യർവജബാലകൈഃ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയൻ മുദം. പിന്നെ അങ്ങോട്ട്
കണ്ണന്റെ കളികൾ അങ്ങോട്ട് ആരംഭിച്ചു എന്ന് പറയാണ്. ഇത്രയും നേരവും ബാലലീലയായിരുന്നു എന്ന് ചോദിച്ചാൽ അതെ, ഓരോരോ സമയത്തുണ്ടാകുന്ന ലീലകൾ അല്ലെ. ഇനി അങ്ങോട്ട് ഈ കൂട്ടുകാരോട് കൂടിയിട്ടുള്ള ഒരു ലീലകളാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത്രയും നാളോ അല്ലെ തന്റെ അമ്മമാരായിട്ടുള്ള രോഹിണി യശോദാമാർക്കാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ള രോഹിണി യശോദമാരിതാ ഈ ദ്വാരകയില് അല്ലെങ്കിൽ ഇവിടെ ഈ അമ്പാടിയില് മുഴുവൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഗോപികമാർക്കും കൂടി ഒരു ആനന്ദത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി അവിടുത്തെ അവര് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷ്ണന്റെ ആ കൗതുകപരമായിട്ടുള്ള ബാലചാബല്യങ്ങള് ശ്രദ്ധിച്ചതായിട്ടുള്ള ഗോപികമാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആ യശോദ കേൾക്കുമാർന്ന് കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാഖില തന്മാതുരിതിഹോജു സമാഗതാഹ. എന്തായാലും ഈ കണ്ണന്റെ ലീലകൾ ആരംഭിച്ചതോടുകൂടി ഗോപികമാരുടെ ഗൃഹത്തിലേക്ക് ഇറങ്ങി കണ്ണൻ. ഇപ്പൊ ഇവിടെ ഈ അമ്പാടിയിൽ നിന്നല്ല, അമ്പാടിയിലെ എല്ലാ അൻപും ആടിയതിന് ശേഷം ഇനി എന്താണ്? ഇനി ഗോപികമാർക്ക് അമ്പാടിയായിട്ട് മാറാൻ പോവുകയാണ് കണ്ണൻ. ഇങ്ങനെ ഗോപികമാരുടെ ഒക്കെ ഗൃഹത്തിലേക്ക് അങ്ങ് ചെല്ലും. അവര് കൊടുക്കുന്നതായിട്ടുള്ള വെണ്ണയും പാലും ഒക്കെ കൊടുക്കുമ്പോഴേക്കും എന്ത് പറയും? എനിക്ക് നിങ്ങളുടെ ഈ വെണ്ണയും പാലും ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മ തരുന്ന വെണ്ണയും പാലുമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് അത് നിരസിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ അമ്മ ഗോപികമാരങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ നേരെ അവിടെ ചെന്ന് ആ ശർക്കര എന്താണ് പാത്രത്തിൽ നിന്നും ആ വെണ്ണയുടെ പാത്രത്തിൽ നിന്നും വെണ്ണ എടുത്ത് അതുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ ആ വെണ്ണ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സുഖം അവിടുന്ന് ഭഗവാൻ അതിൽ ആസ്വദിച്ചു തുടങ്ങി. വത്സാൻ മുഞ്ചൻ കൊജിത സമയേ ക്രോശസംജാതഹാസ തേയം സ്വാദ്വത്യഥ ദധിപയ കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതിന സത്യേനാത്തി ഭണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേസ ഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ. എന്തായാലും ഗോപികമാരുടെ അടുത്ത് ചെന്ന് ചെയ്യാത്തതായിട്ടുള്ള കളികളില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന പല രീതിയിലും ആ കണ്ണൻ ഗോപന്മാരോടുകൂടി ചെയ്തതായിട്ടുള്ള ലീലകളൊക്കെ അവരെ ആസ്വദിച്ചു. ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ വരാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഗോപികമാര് അവർക്കെന്തായി? അവർക്ക് യഥാർത്ഥത്തിൽ കണ്ണനെ പരിഹസിക്കുവാൻ വേണ്ടോ അല്ലെങ്കിൽ കണ്ണനെ എന്താണ് ദേഷ്യപ്പെടുത്തുവാൻ വേണ്ടോ ഒന്നുമല്ല, യശോദയുടെ അടുത്ത് സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ കണ്ണന്റെ ലീലകൾ, കണ്ണന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആനന്ദത്തെ കാണുവാൻ വേണ്ടിയിട്ട് ആ കണ്ണന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ കണ്ണന്റെ ഓരോരോ കുറ്റങ്ങള് യശോദയുടെ അടുത്ത് എന്ന് പറയുകയാണ്. വത്സാൻ മുഞ്ചൻ കൊചിത സമയേ. ഇങ്ങനെ ഗോപികമാരെല്ലാവരും കൂടി വരിവരിയായിട്ട് വന്ന് ഇനി കണ്ണനെ നോക്കാൻ വേണ്ടിട്ട് വന്നതായിട്ടുള്ള ഗോപികമാര്. എന്നിട്ടോ അവരിപ്പോ വന്നിട്ട് ദേഷ്യപ്പെട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ യശോദ ചോദിച്ചു, എന്താ നിങ്ങൾ ഇന്ന് മുഖമൊക്കെ കുത്തി വീർപ്പിച്ചാണല്ലോ നിന്ന്, എന്താ വീർപ്പിച്ചാ വന്നേന്നുള്ളോ? നീ കേട്ടോ നിന്റെ കണ്ണൻ എന്തൊക്കെ കോലാഹലങ്ങളാണ് വന്ന് ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ ഓരോ ഗോപികമാരായിട്ട് ഓരോരോ പരിഭവങ്ങൾ പറയാൻ തുടങ്ങി ആ യശോദയുടെ അടുത്ത്. യശോദയെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഏത് സമയത്തും തന്നെ ആനന്ദിപ്പിക്കുക അല്ലാതെ വേറൊന്നും ചെയ്ത് കണ്ടിട്ടുമില്ല യശോദ. അപ്പൊ യശോദ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഈ കണ്ണനാണോ ഇവരെ എന്തൊക്കെ കോലാഹലങ്ങളെന്ന് ചോദിച്ചപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു, വത്സാൻ മുഞ്ചൻ കൊജിത സമയേ. ഹേ യശോദാമേ, ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ ഗോരസങ്ങൾ വിറ്റിട്ടല്ലേ. അങ്ങനെയുള്ള ആ ഗോരസങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ പശുക്കള്, ആ പശുക്കളുടെ അടുത്ത് വന്നിട്ട് കൊജിത അസമയേ, സമയത്തല്ലാതെ അസമയത്ത് വന്ന് ആ പശുക്കുട്ടിയൊക്കെ അഴിച്ചു വിടുക. അങ്ങനെ അസമയത്ത് വന്ന് പശുക്കുട്ടി അഴിച്ചു വിട്ടാലോ ആ പാല് മുഴുവൻ കുടിച്ച് ഇല്ലാണ്ടാകും. രാവിലെ ചെന്ന് 3 ലിറ്ററിന്റെ പാത്രമൊക്കെ ആയിക്കൊണ്ട് ചെന്ന് കറക്കാൻ നോക്കുമ്പോഴത്തേക്കും ഒരു തുള്ളി പാല് കിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ ചെയ്യാ? ഞങ്ങൾ ഇത് വിറ്റിട്ടല്ലേ ഞങ്ങളുടെ ഗൃഹത്തെ പോറ്റുന്നത്. അങ്ങനെ ഒരു രീതിയിൽ. എന്നിട്ടോ ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലോ, ഇതൊക്കെ ചെയ്ത് ക്രോശ സംജാതഹാസ, ഈ പശുക്കുട്ടികളെ ഒക്കെ അഴിച്ചു വിട്ടിട്ട് അപ്പുറത്ത് മാറി അങ്ങോട്ട് നിൽക്കും കണ്ണൻ. എന്നിട്ട് ഈ വന്നിട്ട് കറന്ന് ഒരു തുള്ളി പാല് പോലും കിട്ടാതെ പാത്രം കാലിയായിക്കൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോഴായിരിക്കും ഇവനെ കാണുന്നത്. ഇവനെ കാണുമ്പോഴോ ക്രോശ സംജാതഹാസ, അവിടുന്ന് അങ്ങോട്ട് ഒരു പരിഹസിച്ചുകൊണ്ട് ആ കണ്ണന്റെ ഒരു ചിരി, യഥാർത്ഥത്തിൽ ഈ ഒരു പരിഹാസ ചിരി കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഗോപികമാരാണ്. തേയം സാധ്യത്യഥ ദധിപയ കൽപ്പിതൈ തേയയോഗൈ. അങ്ങനെ ഇവൻ പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് പറഞ്ഞു, നിന്നെ യശോദയുടെ അടുത്ത് വിവരം ചെന്ന് പറയും എന്നൊക്കെ പറയുമ്പോഴേക്കും
ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു ചിരിയും പാസ്സാക്കിയിട്ട് വേഗം അവിടുന്ന് ഓടിപ്പോകും. പിന്നീട് വേറൊരു ഗോപി വന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കല് ഈ കണ്ണൻ ഒരു വലിയൊരു അബദ്ധ കാണിച്ചത് എന്താണ്, എന്റെ തൊഴുത്തിൽ നിന്നുള്ള പശുക്കുട്ടി, ഈ പശുക്കുട്ടിയെ അഴിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ഭവനത്തിൽ കൊണ്ടുപോയി അവിടുത്തെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി. രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പശുക്കുട്ടിയെ കാണുന്നില്ല. ആകെ വിഷമമായി. അവരിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ദാ പശുക്കുട്ടി അപ്പുറത്തെ ഭവനത്തില് ആ ഗോപിയുടെ വീട്ടിൽ നിൽക്കുന്നു. നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് ആ ഗോപിയെ പറയാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇപ്പം എന്തൊക്കെ ചീത്ത വിളിക്കാവോ ആ ചീത്ത മുഴുവൻ ആ ഗോപിയെ വിളിച്ചു. കാരണം നീ പെരും കള്ളിയാണ് അല്ലെ, എന്റെ പശുക്കുട്ടിയെ രാത്രി സമയം നോക്കിക്കൊണ്ട് അതിനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗോപികമാര് പരസ്പരം, ഇത് അറിയാത്തതായിട്ടുള്ള ഗോപി, ഇത് വല്ലതും ഗോപി അറിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ഗോപി ഇല്ല. അപ്പം അത് തന്നെയല്ല, ഇത് കെട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിയിട്ടിട്ടില്ല പിന്നെ അഴിഞ്ഞു വന്നാന്ന് പറയാം. ഇത് അങ്ങനെയല്ല, ഇത് അവിടെ വന്ന് കെട്ടിയിട്ടിട്ട് ചേർത്ത് നിർത്തിയിരിക്കുക തന്റെ പശുക്കുട്ടിയുടെ കൂടെ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിലുള്ള ബഹളം, ഈ ബഹളം കണ്ടുകൊണ്ട് പരസ്പരം ഗംഭീരമായിട്ടുള്ള ചീത്തവിളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ നോക്കി ഇതാ ഒരാൾ നിൽക്കുന്നു, എന്താ ക്രോശ സംജാതഹാസ, ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കണ്ണന്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തോ ഒരു ഇതുണ്ടെന്നുള്ള മനസ്സിലായി. നേരെ അവര് ചെന്ന് പറഞ്ഞു, കണ്ണാ എന്തിനാ കണ്ണാ ഇങ്ങനെ പരസ്പരം മറ്റുള്ളവരെ അല്ലെ അവരെ യോജിപ്പിക്കുന്നതും അവരെ വിഘടിപ്പിക്കുന്നതും ഒക്കെ നീ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നതിൽ എന്ത് സുഖമാണ് നിനക്കുള്ളത്? അപ്പൊ പറഞ്ഞു, കണ്ണൻ പറയും അവിടുന്ന് അവരോട് പറയും, ഞങ്ങളുടെ ആണുങ്ങൾ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് അവര് ദേഷ്യം വരുമ്പം ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പെണ്ണുങ്ങൾ എന്താ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതൊന്ന് കേൾക്കാന്ന് വിചാരിച്ചാ. മതി 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 മതി, കാരണം ആണുങ്ങൾക്കൊക്കെ കുറച്ച് ഭേദാന്ന് വെക്കാം, ഇതിപ്പോ അതല്ല എന്നുള്ളത് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടുന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോകും. ഇങ്ങനെ ഒരു ലീല. ഇങ്ങനെ പരസ്പരം ഞങ്ങള് നോക്കൂ, ഇത്രേ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞതായിട്ടുള്ള ഞങ്ങളെ വിഘടിപ്പിക്കുവാൻ വേണ്ടി ഇവൻ ചെയ്തതായിട്ടുള്ള വേല. പിന്നെയാണ് വേറൊരമ്മ പറഞ്ഞു, എന്റെ അച്ഛന് അല്ലെ വയ്യാണ്ട് കിടക്കുന്ന അച്ഛന് ഞാൻ കുറച്ച് നെയ്യപ്പവും അതുപോലെ കുറച്ച് ചൂട് പാലും കൊണ്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് തയ്യാറായിക്കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം തയ്യാറാക്കി കുളിക്കാൻ പോയ സമയത്താണ് ഈ കണ്ണന്റെയും കൂട്ടരുടെയും ഒക്കെ വരവ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നെയ്യപ്പം. അപ്പം കണ്ണൻ ഈ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഗോപന്മാര് ചെന്ന് ചോദിച്ചു, അല്ല ഒരു നെയ്യപ്പം വേണം എന്ന് പറഞ്ഞു. നെയ്യപ്പം കൊടുത്തില്ല എന്ന് തന്നെയല്ല, കുറച്ച് ചീത്ത വിളിക്കുകയും കൂടി ചെയ്തു എന്നാ പറഞ്ഞു. നേരെ അവരെന്ത് ചെയ്തു, കണ്ണനോട് വന്നു, കണ്ണാ ഇന്ന് അവിടെ നെയ്യപ്പമാണ് ഉണ്ടാക്കിയിട്ട് ഒരു കഷ്ണം പോലും ആ അമ്മ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി കണ്ണൻ പറഞ്ഞു, എന്നാ ഇന്നത്തെ നമ്മുടെ ലീല എവിടെയാണ്? അവിടെയാണ്, നെയ്യപ്പത്തിന് അവിടെയാണ് എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് അവരിൽ ലീലയാടി. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പാത്രത്തില് നെയ്യപ്പവും അതുപോലെ തന്നെ പാലും ഒക്കെ അവിടെ സുഖമായിട്ട് അവിടെ അടച്ചവിടെ ഇരിപ്പുണ്ട്. എന്തായാലും അവിടെ ചെന്നു. നേരെ അച്ഛന്റെ അടുത്തേക്ക് അങ്ങ് പോകാം എന്ന് വിചാരിച്ച് ആ ഗോപി അച്ഛന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. ഒരു 90 വയസ്സുള്ള അച്ഛനാണ് കിടപ്പാണ്, എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിലാണ്. പക്ഷെ അപ്പോഴും 90 വയസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആസക്തിക്ക് ഒരു കുറവുമില്ല. നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ആള് പതുക്കെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ മതി, ചാടി എഴുന്നേറ്റ് വരും, എഴുന്നേക്കാൻ മേലാത്ത ആളാണെങ്കിൽ പോലും എന്നുള്ള ആ ഒരു അവസ്ഥയാണ് അച്ഛന്റെ അവസ്ഥ. എന്തായാലും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി. അവിടെ അച്ഛന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള നെയ്യപ്പവും പാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മേശപ്പുറത്ത് വെച്ചു. അപ്പൊ മേശപ്പുറത്തിന്റെ അടുത്താണ് ഈ കട്ടിലിന്റെ ആ മേശപ്പുറത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്നാ ഗ്ലാസും പാത്രമൊക്കെ എടുത്തോണ്ട് വരാം എന്ന് വിചാരിച്ച് ആ അടുക്കളയിലേക്ക് പോയതായിട്ടുള്ള മകള് അടുക്കളയിലേക്ക് പോയ സമയത്ത് ഈ അച്ഛന് ആസക്തി കൊണ്ട് എന്താ പറയുന്നത്, ക്ഷമയില്ല. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ പാത്രമൊക്കെ പൊളിച്ച് അതിൽ നിന്നും അപ്പം എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് എടുത്തങ്ങോട്ട് വായിലേക്ക് ഇടാൻ വേണ്ടി തുറന്നപ്പോഴത്തേക്ക് ഈ പാത്രങ്ങൾ തുറന്നപ്പോഴത്തേക്കാണ് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ഈ നെയ്യപ്പത്തിന്റെ വാസന എന്നുള്ള രീതിയിൽ അവിടെ എല്ലായിടത്തും ഈ ഒരു വാർത്ത അവിടെ പരന്നു, മോള് വരുന്നുണ്ട് നെയ്യപ്പം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ ഗോപന്മാരും ഒക്കെ കൂടി അവിടെ വന്നത് കൂടുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നപ്പോഴാണ് അവിടെ വന്ന് പറയുന്നുണ്ട് ഇവര്, എന്തോ ഒരു ചാണകത്തിന്റെ മണമുണ്ടല്ലോ എന്നിവരിങ്ങനെ പരസ്പരം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ഈ മകളെന്താ വിചാരിച്ചത്, മകൾ വിചാരിച്ചു ഞങ്ങൾ ഗോകുലവാസികളാണ്, ഞങ്ങൾ പശുവിനെ കൊണ്ട് ജീവിക്കുന്നവരാണ്, കുറച്ചൊക്കെ ചാണകമൊക്കെ മണക്കും എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തിരിച്ച് അവരോട് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും ഈ പാത്രം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മണത്തിന് ആധിക്യം കൂടി തുടങ്ങി. നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ആ അപ്പം ഇരുന്ന പാത്രത്തിൽ മുഴുവൻ ഈ പച്ച ചാണകം ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അതാണ് എടുത്തങ്ങോട്ട് കഴിച്ചങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കി അവിടെ അച്ഛൻ. ആ
ഇത്രയും നാളും മിണ്ടാതിരുന്നതായിട്ടുള്ള ശബ്ദം മുഴുവൻ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു. നോക്കിയപ്പോ ഓടി അങ്ങ് വന്നു. അല്ല അച്ഛാ, എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നോ? നീ ഇതിന് ഈ വായിലപ്പോ ഈ ചാണകം വീണതിന്റെ ഒരു ഇത് അത് മാറാൻ വേണ്ട, എന്നാ ഇനി കുറച്ച് പാലം കുടിച്ചേക്കാം എന്ന് വിചാരിച്ച് ആ പാലിന്റെ പാത്രം തുറന്ന് അതങ്ങ് കുടിച്ചു. അത് നിറച്ചെന്താണ്, പാല് എല്ലാം എന്താണ് ഭഗവാൻ സ്വീകരിച്ചിട്ട് ഗോമൂത്രം നിറച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്ത് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ എന്റെ യശോദ, പിന്നെ അച്ഛൻ പറഞ്ഞു, ഇനി മേലില് എന്നെ കാണാനാണെന്ന് പറഞ്ഞോണ്ട് നീ ഗേറ്റിന് ഇപ്പുറത്തേക്ക് വന്നേക്കരുത് എന്ന് പോലും ഉള്ള ഒരവസ്ഥയിലേക്ക് നിന്റെ കണ്ണൻ ഞങ്ങളെ എത്തിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ കണ്ണന്റെ ഓരോരോ കുസൃതികള് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് യശോദ പറയും, ഇനിയെങ്കിലും ആ കണ്ണനെ കുറിച്ച് അങ്ങനെ പറയരുതേ, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞു, കുറച്ചുപേര് വന്ന് പറഞ്ഞു, ഞങ്ങള് വെക്കുന്നതായിട്ടുള്ള പാലും തൈരും ഒക്കെ വെക്കുന്ന പാത്രത്തിൽ വന്ന് എടുത്തോട്ടെ, പക്ഷേ ഈ എടുത്തിട്ട് ഇനി അതിനകത്ത് ഇല്ല, അല്ലെങ്കിൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കല ഉടയ്ക്കും. അപ്പം ആ പാത്രങ്ങൾ ഉടയ്ക്കുക, ദ്രവ്യങ്ങൾ ഇല്ലാണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? വേറൊരു ഗോപി വന്ന് പറഞ്ഞു, ഒരിക്കല് കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, അവിടെ വന്ന് നേരെ അപ്പം മനസ്സിലായി ഇത് എന്താണ് വെണ്ണ കക്കാൻ വേണ്ടി വന്നാണല്ലോ എന്ന് മനസ്സിലായി. എന്തായാലും അവിടെ വന്ന് പാത്രത്തില് കൈയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും ബാക്കി ഉള്ള കൂട്ടുകാരൊക്കെ ഈ അമ്മയെ കണ്ടോണ്ട് ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ മാത്രം അവിടെ പെട്ടുപോയി. കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, അവിടെ നോക്കിയപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല എന്താ കണ്ണൻ ഇപ്പൊ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പരിഭ്രമിച്ച്, ഞാനേ ഒരു സാധനം തപ്പി വന്നത്. എന്ത് സാധനം? അല്ല, എന്തോ ഒരു സാധനം അവിടെ അമ്മ പറഞ്ഞു, നന്ദിനിക്കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. പശുക്കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്, അതിന് ഈ നന്ദിനിക്കുട്ടിയൊക്കെ തൊഴുത്തിലല്ലേ, ഇപ്പൊ മുറ്റത്തൊക്കെ അല്ലേ നടക്കുന്നത്, അതിനിപ്പോ ഈ അകത്തേക്ക് വന്നത് എന്തിനാ? അല്ല, ഇപ്പൊ അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ലോ. അകത്തേക്ക് കയറിയാലും പിന്നെ എന്തിനാ ഈ ആ പാത്രത്തിൽ കൈയിടുന്ന എന്തിനാ? അല്ല, എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ എന്ത് സാധനം കിട്ടിയില്ലെങ്കിലും കുന്തം പോയാലും എവിടെ കുടത്തിലും തപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇനിയിപ്പൊ നന്ദിനിക്കുട്ടി ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് വെണ്ണ അങ്ങോട്ട് എടുത്ത് ഇത്രയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നേരെ മുഖത്തേക്ക് അങ്ങോട്ട് വലിച്ചം കയറി. എന്നിട്ട് ആ ഗോപി കണ്ണു പോലും തുറക്കാൻ മേലാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ണങ്ങ് തുറക്കുമ്പോഴത്തേക്കും ആളെ അവിടെ കാണുകയില്ല. ഇങ്ങനെ ഒരു രീതിയിൽ ഭഗവാൻ അവിടുന്ന് ലീലകൾ ആടുന്നു. പിന്നെ ഒരു ഗോപി പറഞ്ഞു, ഒരിക്കല് കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്നാ ഈ കണ്ണൻ സാധാരണ രീതിയിൽ വെക്കുന്ന സ്ഥലത്ത് ആ പാലും തൈരും വെണ്ണയും ഒന്നും വെക്കാതെ എല്ലാം കാലിയാക്കി അവിടെ വെച്ചു കഴിയുമ്പോഴത്തേക്കും വന്ന് പതിവ് പോലെ ഇത് ഈ മറഞ്ഞിരുന്നുകൊണ്ട് ഇത് കാണും. അപ്പൊ ആ ഭഗവാന്റെ വരവ് കാത്ത് അത് ആഗ്രഹിക്കുന്നവരാണ് ശരിക്കും ഗോപികമാര്. നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം അവിടെ ഇല്ല. അപ്പൊ അപ്പത്തേക്കും സാധാരണ എന്താണ്, കണ്ണൻ തിരിച്ചാണ് പറയാറ് അല്ലെ, കണ്ണൻ അങ്ങോട്ട് ചിരിച്ചാണ് കാണിക്കാറ്, ക്രോശ സംജാതഹാസ. അപ്പം ഇവിടെ പറഞ്ഞു, ഗോപികമാര് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പരിഹസിച്ചിരിക്കും. കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ആ എന്താണ് കണ്ണന് പാലും തൈരും ഒന്നും കിട്ടാതെ വിഷമിച്ചു പോകുന്ന കണ്ണനെ കണ്ടോണ്ട് ഇവരങ്ങോട്ട് പരിഹസിച്ചിരിച്ചു. ഈ പരിഹാസച്ചിരി കണ്ടതോടുകൂടി ദേഷ്യം വന്നു. അപ്പോഴാണ് അപ്പുറത്തെ മുറിയില് ഉറക്കാൻ കിടത്തിയതായിട്ടുള്ള ആ ഉണ്ണി, പ്രായം അധികമായിട്ടുള്ള കിടക്കുന്ന പ്രായമാണ്, ആ ഉണ്ണിയുടെ ആ തൊടയിലേക്ക് ഒരു നുള്ളം കൊടുത്തിട്ട് അങ്ങ് പോയി. പിന്നെ ആ ഗോപിക്ക് അന്ന് ഗൃഹജോലി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ആണ് കണ്ണന്റെ ഓരോരോ ലീലകള്. എങ്കിൽ പോലും എന്തിനു വേണ്ടിയാണ് ഇവിടെ യശോദയുടെ അടുത്ത് എന്ന് പറയുന്നത്, ശരിക്ക് ആ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നതൊക്കെ ആനന്ദപ്രദമാണ്. അത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പക്ഷേ ഈ സാധനം നശിക്കുന്നതിലുള്ള വ്യാകുലത അത് നേരിട്ട് യശോദയൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണോ, അതൊരു അവിവേകമാകുകയല്ലേ എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ യശോദയൊന്ന് മനസ്സിലാക്കിക്കോട്ടെ, ഈ ഒരു ആനന്ദം ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. ശൃണ്വത്യാകില അല്ലേ, അവിടെ പറയുന്നുണ്ട്, ശൃണ്വത്യാകില തൻ മാതുരിതി ഹോജുസമാഗത. അപ്പം കേൾക്കണമെങ്കിൽ കേൾക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അവിടെയുള്ള ഈ വെണ്ണയും പാലും ഒക്കെ എടുത്തോണ്ട് പോയി, എന്നാൽ താൻ കഴിക്കാനേ കുഴപ്പമില്ല, അവിടെയുള്ള കുരങ്ങന്മാർക്കും ആ പൂച്ചക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കുകയൊക്കെ ആയി. പിന്നെയോ ചിലർത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹസ്താഗ്രാഹ്യേ രചേതി വിധിം പീഡഗോലൂഖലാദ്യൈശ്ഛിദ്രം ഹ്യന്തർനിഹിതൈവയുന
ശിക്യഭാണ്ഡേഷു തദ്വൽ. ഇവിടെ ഈ ഗോപികമാര് ഗൃഹകൃത്യങ്ങളിൽ മുഴുകി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ അവസരം നോക്കിക്കൊണ്ട് കണ്ണൻ അവിടെ എത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ സാധനങ്ങളൊക്കെ നേരെ മുകളിൽ ഉറിയിലേക്ക് എടുത്തു വെക്കും. അപ്പൊ ഉറിയിലേക്ക് എടുത്തത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒരു പീഠം കൊണ്ടുവയ്ക്കും. ഈ പീഠത്തിലും കയറിയിട്ട് പറ്റിയില്ലെങ്കിൽ അവിടെ ഉരല് വെക്കും. ഇങ്ങനെ അതിന്റെയൊക്കെ മുകളിൽ കയറിക്കൊണ്ട് ദാ ആ ഛിദ്രം ആ പാലിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു തട്ട് തട്ടി അവിടുന്ന് ഒഴുകുന്നതായിട്ടുള്ള പാല് താനും കുടിക്കും, തന്റെ കൂടെയുള്ള ഗോപന്മാർക്കും ഒക്കെ കൊടുത്ത് ആനന്ദിക്കും. ഇങ്ങനെ ആ ചൂട് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്കാണ് ഗോപിക ചെല്ലുന്നത്. ഗോപി ചെന്നപ്പോഴത്തേക്ക് എന്തായി? ബാക്കിയുള്ളവരൊക്കെ ഓടി അങ്ങ് പോയി. അവരെല്ലാവരും ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആണെങ്കിൽ ഈ താഴെയുള്ള ഗോപന്മാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉറിയയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കണ്ണൻ. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വായിലാണെ ചൂട് പാലും നിറച്ച്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോഴത്തേക്കും ഗോപി വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ യശോദാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നും പറഞ്ഞിട്ടുണ്ട്. യശോദ, ഞാൻ ആ ഉണ്ണിയെ അവിടുന്ന് അപ്പം പറയുന്നുണ്ട്, കണ്ണൻ പറയുന്നുണ്ട്, നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കോ, എന്നെ ഒന്ന് താഴെ ഇറക്ക് എന്നുള്ള രീതിയിലൊക്കെ പല ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വായിലാണെ നിറച്ച് പാലുമാണ്. ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് എന്താണ് ഗോപിയുടെ അടുത്ത് നിൽക്കുന്നത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്റെ ഈ കാര്യം ഇന്ന് തന്നെ യശോദയുടെ അടുത്ത് ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് വിരല് ചൂണ്ടിക്കൊണ്ട് അങ്ങ് പറയുന്ന സമയത്തേക്ക് ഈ ചൂട് പാൽ ഒരൊറ്റ തുപ്പ് അങ്ങോട്ട് തുപ്പി കഴിയുമ്പോഴത്തേക്കും ആ രണ്ട് കണ്ണുകളിലേക്കും ഈ വിരലിന്റെ രണ്ട് ഭാഗത്തു കൂടി അങ്ങോട്ട് ആ പാല് പോയി ആ ഗോപിയുടെ കണ്ണിലേക്ക് വീണതോടുകൂടി ഭഗവാൻ അവിടുന്ന് വേഗം ആ ഒരു തക്കം നോക്കിക്കൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഇങ്ങനെയുള്ള ആ ഗോപികമാര് ഓരോരോ കുസൃതികള് ആ കണ്ണനെ കുറിച്ച് അവിടെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഏവം ധാട്യാനുശതി കുരുതേ മേഘനാദീനിവാസ്തോസ്തേയോപായൈ വിരചിത കൃതി സുപ്രതീകോ യഥാസ്തേ. ഇനിയോ ആരെങ്കിലും ഒന്ന് ആക്ഷേപിച്ചാല് അവരോട് കയറി കയർക്കും. എന്താ, വെണ്ണ വേണോ? എന്നാ ഇനി വേണ്ട, നീ ഇങ്ങനെ ഈ കട്ടെടുക്കണ്ട, കണ്ണാ നിനക്ക് വെണ്ണ തരാം എന്നും പറഞ്ഞിട്ട് ഗോപികമാര് നിങ്ങളുടെ വെണ്ണ ആർക്ക് വേണം? എനിക്ക് എൻ്റെ അമ്മ നല്ല വെണ്ണ തരും. ഇതിന് മണവും എന്തൊക്കെയോ ഒരു സുഖമില്ലാത്ത വെണ്ണയാണ് എന്ന് പറഞ്ഞ് അവരോടൊക്കെ കയർക്കും. താനല്ല, ഞാനാണ്. അതുപോലെ വന്നു കഴിഞ്ഞാല് അവിടെ എന്താണ് ഗോപികമാരുടെ വീട്ടിൽ വന്നിട്ട് അവരോട് കയർത്തിട്ട് പറയും, ഞാനാണ് ഇവിടുത്തെ ഗൃഹസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ആ കുസൃതികളൊക്കെ പറഞ്ഞ അഹങ്കാരത്തോടുകൂടി അവരെയൊക്കെ ശകാരിക്കുക. ഇങ്ങനെ ആ വ്രജത്തിലെ ഗൃഹങ്ങളിലൊക്കെ ഓരോ സ്ഥലത്തും ഹോമകുണ്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അഗ്നിഹോത്രം ചെയ്യുന്ന ഹോമകുണ്ടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ച് അത് വൃത്തികേടാക്കുക. ഇങ്ങനെ പല രീതിയിലുള്ള കപടവിദ്യകൾ പലതും പ്രയോഗിച്ചുകൊണ്ട് പച്ചപ്പാവത്തെ പോലെ അങ്ങനെ ഇരിക്കും അവിടെ. യുദ്ധം സ്ത്രീഭി തേയോപായേർ വിരചിത കൃതി സുപ്രതീകോ യഥാസ്തേ യുദ്ധം ശ്രീഭി സഭയനേന ശ്രീമുഖാലോകിനീഭി വ്യാഖ്യാതാർത്ഥ പ്രഹസിതമുഖീനഹ്യുപാലബ്ധുമൈച്ഛ. അങ്ങനെ ആ ഭഗവാന്റെ തിരുമുഖ കമലം കണ്ട് മതിവരാത്തതായിട്ടുള്ള ഗോപികമാര് യശോദയോട് അവിടുന്ന് പറഞ്ഞു, യശോദ, ഞങ്ങള് ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവനെ കുറിച്ചുള്ള ഒരു കുറ്റം പറയാനൊന്നുമല്ല. അതുകൊണ്ട് ഒരിക്കലും അവിടുന്ന് ആ ഉണ്ണിയെ ശകാരിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് ആ ഉണ്ണിയെ വേദനിപ്പിക്കുകയോ ചെയ്യാതെ അതിനെ ഇപ്പോ എങ്ങനെയാണോ യശോദ പുഞ്ചിരിയോടുകൂടി എടുത്ത് ആ മടിയിൽ വെച്ച് ആനന്ദിപ്പിക്കുന്നത്, അതേപോലെ ആ ഉണ്ണിയെ ചെയ്യിക്കണേന്ന് ഗോപികമാര് ഉള്ളിൽ നിന്ന് അത് പറയുന്നുണ്ട്. യശോദയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട ഉണ്ണിയോട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും ഇത് പറഞ്ഞ് അവരെല്ലാം പോയതിനു ശേഷം യശോദയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ശകാരിക്കാനും ഒക്കെ അശക്തയായിട്ടുള്ള യശോദ താൻ ചെയ്യുന്നതായിട്ടുള്ള മാതൃവാത്സല്യം അത് മാത്രമേ ഉണ്ണിയുടെ അടുത്ത് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകതാ കീടമാനാസ്തേ രാമാദ്യ ഗോപതാരകാഹ കൃഷ്ണോമൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയൻ. ഒരിക്കല് ആ ഗോപന്മാര് എല്ലാവരും കളിക്കുന്ന സമയത്ത് രാമനും കൃഷ്ണനും ഒക്കെ കൂട്ടുകാരോടുകൂടി കളിക്കുന്ന സമയത്ത് കൃഷ്ണൻ മണ്ണ് തിന്നുവെന്ന് അവരെല്ലാം ചെന്ന് യശോദയോട് പറഞ്ഞു. ഗോപന്മാര് പറഞ്ഞപ്പോഴൊക്കെ തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, രാമനും കൂടി ചെന്ന് പറഞ്ഞു, അല്ല അമ്മേ, കണ്ണൻ ഇന്ന് മണ്ണ് തിന്നിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഈ മണ്ണ് തിന്നു കഴിഞ്ഞാൽ രോഗം ഒക്കെ ഉണ്ടാകില്ലേ എന്നുള്ളൊരു പേടിച്ചുകൊണ്ട് ആ യശോദ കൃഷ്ണനെ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല കണ്ണ, നിനക്ക് എത്ര വെണ്ണയും പാലും ഒക്കെ തരുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഈ മുറ്റത്തുള്ള മണ്ണൊക്കെ എടുത്ത് നീ കഴിക്കുന്നത്? അപ്പം പറഞ്ഞു, എന്റെ അമ്മേ, ആരാ ഇത് ഞാൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞത് എന്ന്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന യതി സത്യഗിരസ്തർഹി സമക്ഷം പശ്യമേ മുഖം. അമ്മേ, ഇവരൊക്കെ കള്ളം പറയുന്ന അമ്മേ, ഇവരൊക്കെ ഈ ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, അല്ലെ? ഇവരൊക്കെ നുണ പറയുകയാണ്. എന്നിട്ടോ ഞാൻ മണ്ണ് തിന്നിട്ടില്ല. ഇനി അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അമ്മ നോക്കിക്കോളൂ, എന്റെ വായിൽ നിന്ന് അമ്മയ്ക്ക് ഒരു തുള്ളി മണല് അല്ലെ എടുത്തു തരാമെങ്കിൽ ഇതാ അമ്മ ഞാൻ സമ്മതിച്ചു തരാം എന്ന് പറഞ്ഞോണ്ട്. എന്നാ കാണട്ടെ, സാ തത്ര ദൃശേ വിശ്വം ജഗസ്ഥാസ്നുജഖം ദിശ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സവായു അഗ്നീന്ദു താരകം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് കോട്ടുമായിട്ട സമയത്ത് അല്ലെ പല്ലുണ്ടോന്ന് നോക്കിയതാണ്. ഇതിപ്പോ അങ്ങനെയല്ല, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്, എന്നാ അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ ആ വായ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജ്യോതിർഗോളങ്ങളെ അവിടത്തെ കാണുന്നു. സാ തത്ര ദർശി വിശ്വം ജഗത്ത്, ഈ ജഗത്ത് മുഴുവൻ ഇതാ ഭഗവാൻ അവിടെ ആ ഉണ്ണികൃഷ്ണന്റെ വായില് യശോദ കണ്ടതായിട്ടുള്ള സ്ഥാവര ജംഗമമായിട്ടുള്ള സർവവും കണ്ട്, ആകാശങ്ങള്, പർവ്വതങ്ങള്, അതുപോലെ സമുദ്രങ്ങള്, ദ്വീപുകള്, പിന്നെയോ ഇവയോട് കൂടിയതായിട്ടുള്ള ആ ഭൂഗോളങ്ങള്, വായുമണ്ഡലം, അഗ്നിമണ്ഡലം, നക്ഷത്രമണ്ഡലം തുടങ്ങിയതായിട്ടുള്ള ആ ഉപരി ഭാഗം, പിന്നെ ജ്യോതിർഗോളങ്ങള്, പിന്നെ പഞ്ചഭൂതങ്ങള്, മൃത്ത്, ജലം, അഗ്നി, വായു, ആകാശം തുടങ്ങിയതായിട്ടുള്ള ആ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ഇങ്ങനെയുള്ള എല്ലാം കണ്ട് അതിൽ നിന്നും എല്ലാം വീക്ഷിച്ച് സ്വഭാവം, കർമ്മം, വാസന തുടങ്ങിയതായിട്ടുള്ള അത്ഭുത പ്രപഞ്ചത്തെ മുഴുവൻ ദാ ആ യശോദാമയ്ക്ക് അവിടെ കാണിക്കാൻ കണ്ടോ. അതിലൂടെ ചെന്ന് ആ ഗോകുലം കാണാം. ആ ഗോകുലത്തില് താൻ നിൽക്കുന്നു, ആ തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ, ആ കൃഷ്ണന്റെ ഉള്ളിലുള്ള വായിലൂടെ വീണ്ടും ഈ പ്രപഞ്ചങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നു. എന്തോ അതൊരു ബുദ്ധിഭ്രമമാണോ, അല്ലെങ്കിൽ എൻ്റെ ഈ മകന് ജന്മനാ തന്നെ വല്ല യോഗശക്തിയുമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ എന്നും തനിക്ക് പിടികിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ മറ്റോ അറിയാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു മഹാശക്തിയെ അഹം മമാസോ പതിരേഷമേ സുതോ പ്രജേശ്വരസ്യാഖില വിത്തപാസതി ഗോപ്യശ്ച ഗോപാസഹ ഗോധനാശ്രമേ എന്മായേദ്ധം കുമതി സമേ ഗതി. അപ്പം അങ്ങനെയുള്ള തന്റെ അഹങ്കാര ബുദ്ധി കൊണ്ട് ഞാൻ ഈ ഗോകുലത്തിന്റെ അധിപനായിട്ടുള്ള നന്ദഗോപന്റെ പത്നിയാണെന്നും അല്ലെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർവസ്വവും നോക്കി നടക്കുന്നവളാണ്, ഗൃഹസ്ഥയാണ് താനെന്നും ഉള്ള അഭിമാനം കൊണ്ട് ഈ ഉണ്ണിയെ, ചെറു പൈതലായിട്ടുള്ള ഈ ഉണ്ണിയെ എന്റെ മകനാണെന്നും ഗോക്കളും ധനവും ഒക്കെ തൻ്റെതാണെന്നുള്ള ഒരു തോന്നലില് ഇരിക്കുന്ന സമയത്തുള്ള അങ്ങനെയുള്ള ആ അജ്ഞാനത്തിൽ നിന്നും ഒരു പ്രകാശത്തെ കാണിക്കുന്നത് പോലെയാണോ ഭഗവാൻ ഇത് കാണിക്കുന്നത് എന്ന് സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു മായാവിലാസം യഥാർത്ഥത്തിൽ അദ്ദേഹം മാത്രമാണ് എനിക്ക് ആശ്രയം, ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു എന്നുള്ള ഒരു ഭാവം തന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ ഇത് കാണിച്ചത് അറിയില്ല. എന്തായാലും ഇത്തം വിദിത തത്വായാം ഗോപികായാം സ ഈശ്വര വൈഷ്ണവീം വൃതനോന്മായാം പുത്ര സ്നേഹമയീം വിഭൂ. താൻ ആരാണ് എന്നുള്ള ഒരു വാസ്തവം യശോദ മനസ്സിലാക്കി എന്നുള്ള അറിഞ്ഞപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ആ വിഷ്ണുമായയാകുന്നതായിട്ടുള്ള പുത്രവാത്സല്യ രൂപത്തില് യശോദയിലേക്ക് ആ ഉള്ളിലേക്ക് ആവേശിപ്പിച്ചു. അവിടെ ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് യശോദ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് വേഗം ആ മായ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച പുത്രനാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവൾ കണ്ടതെല്ലാം അവിടുന്ന് മറന്ന് ആ പുത്രവാത്സല്യത്തോടുകൂടി പഴയപടി ഉണ്ണിയെ എടുത്ത് മടിയിലേക്ക് കിടത്തി ഓമനിച്ചു. എന്നിട്ടോ സദ്യോ നഷ്ടസ്തുതിർഗോപി സാരോപ്യാരോഹജാത്മജം പ്രവൃദ്ധ സ്നേഹകലില ഹൃദയാസീത് യഥാപുര. പിന്നെ അവിടെ ആ 3 ത്രയ്യാചോപനിഷദ്ധിശ്ച സാഖ്യയോഗീശ്ച സാത്വതൈഹി, അവിടെ ഋക്ക്, അതുപോലെ യജുസ, സാമം തുടങ്ങിയതായിട്ടുള്ള വേദത്രയങ്ങളിലുള്ള ആ കർമ്മകാണ്ഡത്തിൽ ഇന്ദ്രാദി ദേവതാരൂപേണയുള്ള എല്ലാ
ഉപനിഷത്തുകളിലെയും അതായത് ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ വേദത്തിലെ ആ ജ്ഞാനകാണ്ഡത്തിൽ ബ്രഹ്മം എന്ന് പറയപ്പെടുന്നതായിട്ടുള്ളതും പിന്നെയോ സാഖ്യയോഗത്തിൽ പുരുഷൻ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള സർവേശ്വരനാണ് തന്റെ മകൻ എന്ന് ആ യശോദാദേവിക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ത്രയ്യാചോപനിഷഭ്യശ്ച സാഖ്യയോഗേശ്ച തത്വദേഹി സ്വകീയമാന മാഹാത്മ്യം ഹരിം സാമാന്യതാത്മജം. അങ്ങനെയുള്ള ആ സർവേശ്വരനായിട്ടുള്ള ഹരിയാണ് തന്റെ പുത്രൻ എന്ന് അവിടെ ഉറപ്പിക്കുകയാണ് അവിടെ യശോദ. എന്തായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷിത്ത് ചോദിച്ചു, നന്ദഃകിമകരോൽ ബ്രഹ്മൻ ശ്രേയ ഏവം മഹോദയം യശോദാച മഹാഭാഗാ പാപോ യസ്യാസ്തനം ഹരി. പരീക്ഷത്തില് ചോദിച്ചോടെ, അല്ല ഇത്രയും ശ്രേയസ് ഉണ്ടാകുവാൻ നന്ദഗോപര് എന്ത് പുണ്യമാണ് ചെയ്തത്? ഈ പരമാനന്ദ സച്ചിദാനന്ദ സ്വരൂപത്തെ ഏത് സമയത്തും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അനുഭവം, ഈ ഒരു ഭാഗ്യം എന്തുകൊണ്ടാണ്? ഈ ഉണ്ണികൃഷ്ണൻ തന്റെ സ്തന്യം പാനം ചെയ്തുകൊണ്ട് വളരാൻ യശോദയ്ക്ക് എന്ത് ഭാഗ്യമാണ്, സുഹൃതമാണ് ചെയ്തത് എന്നൊക്കെ അവിടുന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീശു ബ്രഹ്മർഷി പറയും, എന്താണ് ഇതിനു മുമ്പുള്ള ഇവരുടെ പൂർവ്വകഥ പറയും. ഇതാണ് ദ്രോണോ വസൂനാം പ്രവരോ ധരയാ സഹഭാര്യയാ കരിഷ്യമാണ് ആദേശാൻ ബ്രാഹ്മണസ്തമുവാച. അഷ്ടവസുക്കളില് മുഖ്യനായിട്ടുള്ള ദ്രോണൻ, ആ ദ്രോണന്റെ പത്നിയാണ് ധര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്തായാലും ഒരിക്കല് ഒരു ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിക്കൊണ്ട് അവര് ഭൂമിയിലെ മനുഷ്യരായിട്ട് ജനിക്കണമെന്നും പിന്നെയോ ലോകനാഥനായിട്ടുള്ള ശ്രീഹരിയിലെ പരമഭക്തി ഉണ്ടാകുമെന്നും അതുവഴി സംസാര ദുഃഖം തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടും മാർഗം ഉപദേശിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആ ഉണ്ണി നിങ്ങളെ രക്ഷിക്കും. ഇങ്ങനെ ബ്രഹ്മാവ് അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഗോകുലത്തിലെ നന്ദഗോപരായിക്കൊണ്ട് ദ്രോണരും പിന്നെ ധരാദേവി ആയിക്കൊണ്ട് യശോദയും അവിടെ ഉണ്ടായി. അങ്ങനെ ഭഗവാൻ അവരുടെ പുത്രന്റെ സ്ഥാനം വഹിച്ചപ്പോഴേക്കും നന്ദഗോപർക്കും യശോദയ്ക്കും ഒക്കെ ഗോപന്മാർക്കും ഒക്കെ ആ ഉണ്ണിയില് അളവറ്റ ഭക്തി ഉണ്ടായി. തതോ ഭക്തിർ ഭഗവതി പുത്രി ഭൂതേ ജനാർദ്ദനേ ദമ്പത്യോർനിതരാമാസിൽ ഗോപഗോപീഷു ഭാരത കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തും വ്രജേ വിഭു സഹ രാമോ വസംശ്ചക്രേ തേഷാം പ്രീതിം സ്വലീലയാ. ഇങ്ങനെ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായിക്കൊണ്ട് അവിടെ താമസിച്ച് ബാലലീലകൾ കൊണ്ട് അവരുടെ മനം കവർന്നുകൊണ്ട് അവർക്ക് ഭക്തിയെ വളർത്തിക്കൊണ്ട് ആ ഉണ്ണികള് അവിടെ കഴിച്ചുകൂട്ടി. കൃഷ്ണോ ബ്രഹ്മണ ആദേശം സത്യം കർത്തും വ്രജേ വിഭു സഹരാമോ വസംശ്ചക്രേ തേഷാം പ്രീതിം സ്വലീലയ. ആ ലീലകളെ കൊണ്ട് ഗോപന്മാരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 8ാമത്തെ അധ്യായം അവിടെ സമർപ്പിച്ചത്. നമുക്ക് ആ പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.